സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് ജിം കോർബറ്റിൻ്റെ ഒരു കഥയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ജിം കോർബറ്റിൻ്റെ ഒരു കഥ നമ്മൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുന്നേയും നമ്മൾ കുറച്ച് കഥകൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ മുകളിൽ ഐക്കണിൽ കൊടുത്തേക്കാം. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല. നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും നിങ്ങൾ മറക്കല്ലേ. ജിം കോർബറ്റ് തൻ്റെ ശീതകാല വസതിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കാലാദുംഗിക്ക് സമീപമുള്ള ചോട്ടാ ഹിൽദ്വാനയിൽ നിന്നും ഏകദേശം 9 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു തുറന്ന പ്രദേശമുണ്ട്. ഏകദേശം 100 വാര നീളവും 200 വാര വീതിയും ആ പ്രദേശത്തിനുണ്ട്. ഈ തുറന്ന പ്രദേശത്ത് മരങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ ഇതിനു ചുറ്റും കട്ടിയേറിയ വള്ളികളും കൊടിയ കാടുമാണുള്ളത്. അങ്ങനെയുള്ള നിബിഡമായ ആ വനത്തിൽ വിശാലമായി കിടക്കുന്ന ഒരു പുൽമൈതാനിയുണ്ട്. ഈ വനത്തിൻ്റെ ഭംഗി വർണ്ണനാതീതമാണ്. അതിമനോഹരമായ ഒരു വനം തന്നെയാണത്. അങ്ങനെയുള്ള വനത്തിൻ്റെ നടുവിലെ ആ പുൽമൈതാനിയിൽ വെച്ചാണ് ആദ്യമായി ജിം കോർബറ്റ് അവനെ കാണുന്നത്. അവൻ ആരാണെന്നല്ലേ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥയിലെ വില്ലനായിട്ടുള്ള ആ കടുവ. നരഭോജിയായി തീർന്ന ആ കടുവയെ അവിടെ വെച്ചാണ് ജിം കോർബറ്റ് ആദ്യമായി കാണുന്നത്. അന്ന് അവിടുത്തെ ആളുകൾ അവനെ വിളിച്ചിരുന്നത് ഇങ്ങനെയാണ്: പവൽഗഡിലെ അവിവാഹിതൻ, അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് പവൽഗഡ് എന്നായിരുന്നു അവനെ അവിടുത്തെ ആളുകൾ വിളിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ കടുവ പ്രസിദ്ധനുമായിരുന്നു. യുണൈറ്റഡ് പ്രൊവിൻസി മുഴുവൻ ഈ കടുവയെപ്പറ്റി കേൾക്കാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. 1920-നും 1930-നും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ ട്രോഫിക്ക് വേണ്ടി വേട്ടയാടുന്ന ഓരോ വേട്ടക്കാരനും ഈ കടുവയെ വേട്ടയാടി കൊല്ലുവാൻ അതിയായി ആഗ്രഹിച്ചു. അവനെ കൊന്നതിന് ശേഷം അവൻ്റെ ശരീരത്തിലെ തൊലി വലിച്ചുരിഞ്ഞെടുത്ത് അവരുടെ ബംഗ്ലാവിലെ സ്വീകരണ മുറികളിൽ അലങ്കരിക്കുവാൻ അവർ കൊതിച്ചു. നമുക്ക് ജിം കോർബറ്റിലേക്ക് തിരികെ പോകാം. അദ്ദേഹം എങ്ങനെയാണ് ആ കടുവയെ കണ്ടതെന്ന് പറയുന്നത് നോക്കാം. ശൈത്യകാലമായിരുന്നു. സൂര്യൻ ഉദിച്ചുയരാൻ തുടങ്ങിയതേയുള്ളൂ. ജിം കോർബറ്റ് ഒരു കുന്നിൻ മുകളിലേക്ക് കയറി നിന്നു. അവിടെ നിന്നാൽ ആ തുറന്ന പ്രദേശം മുഴുവൻ അദ്ദേഹത്തിന് ദൃശ്യമാകുമായിരുന്നു. അങ്ങ് ദൂരെ കൂടി ഒരു അരുവി ഒഴുകിപ്പോകുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ചുറ്റും കാട്ടുകോഴികളുടെ ശബ്ദം അദ്ദേഹത്തിന് കേൾക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുല്ലിൻ്റെ മുകളിലൂടെയാണ്. പച്ച വിരിച്ചു കിടക്കുന്ന പുൽമൈതാനിയിൽ ആ പുല്ലുകളുടെ ഇലകളിലും മറ്റും മഞ്ഞുതുള്ളികൾ പറ്റിയിരിക്കുന്നു. അതിലേക്ക് സൂര്യപ്രകാശം വന്ന് തട്ടുമ്പോൾ അത് പല നിറത്തിലായി തിളങ്ങുന്നത് അദ്ദേഹം കണ്ടു. അതിമനോഹരമായ കാഴ്ചയായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഒരു വജ്രക്കല്ലിലേക്ക് പ്രകാശം വന്ന് പതിക്കുമ്പോൾ അതെങ്ങനെയാണോ തിളങ്ങുന്നത്, അതുപോലെയാണ് പുല്ലുകളുടെ ഇലകളിലും മറ്റും ആ വെള്ളത്തുള്ളികളിരുന്ന് തിളങ്ങിക്കൊണ്ടിരുന്നത്. വിശാലമായി കിടക്കുന്ന ആ പുൽമൈതാനിയിൽ 50-ൽ പരം പുള്ളിമാനുകൾ നിന്നു മേയുന്നത് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചു. അവയുടെ അരികിലേക്ക് പോകുവാൻ അദ്ദേഹം തയ്യാറായില്ല. അവരെ അസ്വസ്ഥതപ്പെടുത്തുവാൻ അദ്ദേഹം തുനിഞ്ഞില്ല. ആ പുൽമൈതാനിക്ക് സമീപം വീണ് കിടക്കുന്ന ഒരു മരത്തിൻ്റെ തടിയിലേക്ക് അദ്ദേഹം ചാരി നിന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കരുതിയിരുന്ന ഒരു പൈപ്പ് എടുക്കുകയും ആ തണുത്ത പ്രഭാതത്തെ ഒന്ന് ചൂട് പിടിപ്പിക്കുവാൻ അദ്ദേഹം അതൊന്ന് കത്തിച്ച് വലിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം പൈപ്പ് വലിച്ചുകൊണ്ട് അവിടെ നിന്ന് മേയുന്ന പുള്ളിമാനുകളെ നോക്കി ആ കാഴ്ച കണ്ട് രസിച്ചു നിൽക്കുന്ന സമയമാണ്. അവയുടെ കൂട്ടത്തിൽ നിന്നും ഒരു പെൺ പുള്ളിമാൻ കോർബറ്റിന് നേരെ തലയുയർത്തി നോക്കുകയും ഒരു അലാറം വിളി മുഴക്കുകയും ചെയ്തത്. പുള്ളിമാനുകളും കേഴമാനുകളും മറ്റു മൃഗങ്ങളും അലാറം വിളികൾ മുഴക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയാമോ? വനത്തിൽ നിന്നും മാംസഭോജികളായ ഏതെങ്കിലും മൃഗം അവിടേക്ക് കടന്നു വരുമ്പോഴാണ്. ഈ വിവരം അവർക്കൊപ്പമുള്ള മൃഗങ്ങളെയും മറ്റു മൃഗങ്ങളെയും അറിയിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ അലാറം വിളികൾ അത് മുഴക്കുന്നത്. അത് കേട്ടപ്പോൾ തന്നെ ജിം കോർബറ്റിന് കാര്യം മനസ്സിലായി. അദ്ദേഹം ആ പുള്ളിമാൻ നോക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കി. വ്യക്തമായി തന്നെ ആ കാഴ്ച അദ്ദേഹത്തിന് കാണുവാനും സാധിച്ചു.
ആ പുൽമേടിൻ്റെ സമീപത്തുള്ള ആ നിബിഡമായ വനത്തിൽ നിന്നും ആ വിശാലമായി കിടക്കുന്ന പുൽമൈതാനിയിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, പവൽഗഡിലെ അവിവാഹിതൻ എന്ന് വിളിക്കപ്പെടുന്ന കടുവ തന്നെയായിരുന്നു അത്. പുൽമൈതാനിയിലേക്ക് പ്രവേശിക്കുന്നതിനും തൊട്ടു മുൻപായി അവൻ അവിടെ കുറച്ചു സമയം നിൽക്കുകയും ചുറ്റുപാടും ഒന്ന് നിരീക്ഷിക്കുകയും ചെയ്തു. പിന്നെ ഒട്ടും തിടുക്കമില്ലാതെ ആ പുൽമേട്ടിലൂടെ അവൻ നടന്നു. ശൈത്യകാലത്തെ സ്വർണ്ണ നിറമുള്ള ആ പ്രകാശമുണ്ടല്ലോ, മനോഹരമായ സൂര്യൻ്റെ പ്രകാശം, ആ കടുവയുടെ മനോഹരമായ രോമങ്ങളിൽ തട്ടി തിളങ്ങി. വർണ്ണനകൾക്ക് അതീതമാണ് ആ കാഴ്ച. അവൻ ഒരു മഹാരാജാവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയും പിന്നീട് നേരെ നടന്നു നീങ്ങുകയും ചെയ്തു. മാനുകൾ അവനു വേണ്ടി വഴിമാറി. അതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാതെ അവൻ നേരെ തന്നെ നടന്നു നീങ്ങി. അവനിപ്പോൾ ലക്ഷ്യമാക്കി പോകുന്നത് അതുവഴി നമ്മൾ മുന്നേ പറഞ്ഞ ഒഴുകുന്ന ചെറിയൊരു അരുവിയുണ്ടല്ലോ, അതിൻ്റെ അരികിലേക്കാണ്. അരുവിയുടെ അരികിലേക്ക് എത്തിയതും അവൻ അരുവിയിൽ നിന്നും അവൻ്റെ ദാഹം തീരുവോളം അവൻ വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് അരുവി ചാടിക്കടന്ന് അടുത്തുള്ള നിബിഡമായ വനത്തിലേക്ക് കടന്നുപോയി. അവൻ കാട്ടിലേക്ക് പോയ ശേഷമാണ് കാട്ടുകോഴികൾ 3 തവണ ശബ്ദമുണ്ടാക്കിയത്. അത് കേട്ടപ്പോൾ ജിം കോർബറ്റിന് തോന്നിയത് രാജാവിന് സലാം കൊടുക്കുന്നത് പോലെയാണ്. ആ കടുവ ഇന്ന് പതിവിലും വിപരീതമായി ഏറെ ദൂരം സഞ്ചരിച്ചിരിക്കുന്നു. അവൻ താവളമാക്കിയിരിക്കുന്നത് അങ്ങകലെയുള്ള ഒരു മലയിടുക്കിലാണ്. അവിടെ നിന്നും ഈ സ്ഥലത്തേക്ക്, അതായത് ഈ അരുവിയുടെ അരികിലേക്ക് വരുവാൻ അവൻ 6 മൈലോളം സഞ്ചരിക്കേണ്ടതുണ്ട്. ബാച്ചിലർ അവനായി താമസിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം വളരെ അനുയോജ്യമായ സ്ഥലമായിരുന്നു. കാരണം ഇപ്പോൾ ഈ വനത്തിൽ ആനകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. കടുവകളെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാൽ ഇപ്പോൾ ആ കടുവ തിരഞ്ഞെടുത്തിരിക്കുന്ന അവൻ വസിക്കുന്ന ആ സ്ഥലം, അതായത് ആ മലയിടുക്കിന് ഏകദേശം 1/2 മൈലോളം നീളമുണ്ട്. അതുപോലെ അതിൻ്റെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന മലകൾക്ക് 1000 അടി ഉയരവും. അങ്ങനെയുള്ള മലയുടെ മുകളിൽ നിന്നും ഒരു വെള്ളച്ചാട്ടം താഴേക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ആ കടുവ സുരക്ഷിതമായി താമസിക്കുന്നത്. സുരക്ഷിതമായി താമസിക്കുന്നതെന്ന് പറയുവാൻ കാരണമുണ്ട്. ട്രോഫിക്ക് വേണ്ടി അവനെ വേട്ടയാടുന്ന വേട്ടക്കാർ പലരും അവനെ അന്വേഷിച്ച് കാടുകളിലൂടെ അലഞ്ഞു നടന്നിട്ടുണ്ട്, അവരുടെ ജീപ്പുകളിലും മറ്റും. എങ്ങനെ പോയാലും ഈ മലയിടുക്കിൻ്റെ അരികിലേക്ക് അവരുടെ വാഹനത്തിൽ ഒരിക്കലും അവർക്ക് എത്തുവാൻ സാധിക്കില്ല. അത്രയും കഠിനമായ പാതയിലൂടെ വേണം സഞ്ചരിച്ചെത്തുവാൻ. കാൽനടയായി മാത്രമേ ഇവിടേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതായത് ഈ കടുവ അവൻ്റെ ഈ വീട്ടിൽ തികച്ചും സുരക്ഷിതനാണ്. അവിടെ താമസിക്കുന്നത് കൊണ്ട് മാത്രമല്ല ആ കടുവ ഇത്രയും സുരക്ഷിതനാണെന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നിയമമനുസരിച്ച് രാത്രികാലങ്ങളിൽ വെടിവെക്കുവാനോ വേട്ടയാടുവാനോ ആർക്കും അനുമതി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ വേട്ടക്കാരും ഭ്രാന്തമായി കുതിക്കുന്ന അവൻ്റെ തോല് അപ്പോഴും ബാച്ചിലർ ഓഫ് പവൽഗാഡിൻ്റെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരുന്നത്. ആർക്കും അത് അവനിൽ നിന്നും തട്ടിയെടുക്കുവാനോ അവനെ കൊല്ലുവാനോ കഴിഞ്ഞില്ല. കാരണം അവൻ പകൽ സമയങ്ങളിൽ സുരക്ഷിതമായ ഒളിത്താവളത്തിൽ കഴിയുകയും രാത്രി മാത്രം വേട്ടയാടുകയും ചെയ്യുന്നു. രാത്രിയിൽ അവനെ വേട്ടയാടാൻ നിയമം അനുവദിക്കുന്നതുമില്ല. എങ്കിലും നിരവധി പേർ അവനെ കൊല്ലുവാൻ വേണ്ടി പല കാലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഒരൊറ്റ വെടിയുണ്ട പോലും അവൻ്റെ ശരീരത്തിൽ തറച്ചു കയറ്റുവാൻ അന്നേ സമയങ്ങളിൽ ആർക്കും സാധിച്ചില്ല. അങ്ങനെയാണെങ്കിലും 1-2 തവണ തലനാഴിയുടെ വ്യത്യാസത്തിൽ അവൻ രക്ഷപ്പെട്ടു പോയ കഥകളുമുണ്ട്. എങ്ങനെയാണ് ആ 2 സന്ദർഭങ്ങളിലും അവൻ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു തവണ ഫ്രെഡ് ആൻഡേഴ്സൺ എന്ന വേട്ടക്കാരൻ അവനെ പിടിക്കുവാൻ വേണ്ടി ഒരു തന്ത്രം തയ്യാറാക്കി. അതായത് ഒരു ബീറ്റ് സംഘത്തെ ഏർപ്പാടാക്കി. ബീറ്റ് സംഘം എന്ന് പറഞ്ഞാൽ കാടടിച്ച് ശബ്ദമുണ്ടാക്കി കടുവയെ തുരത്തി ഓടിപ്പിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ തുരത്തി ഓടിപ്പിച്ചു വരുന്ന കടുവ വരാൻ ഇടയുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു മച്ചാൻ കെട്ടി അവിടെ ഇരിക്കും. കടുവ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിയെത്തുമ്പോൾ നിറയൊഴിച്ച് തീർക്കും. അതായിരുന്നു ഫ്രെഡ് ആൻഡേഴ്സന്റെ പദ്ധതി പ്രകാരം എല്ലാ സംഭവങ്ങളും എല്ലാം ഒരുക്കി ബീറ്റ് സംഘത്തെ വനത്തിലേക്ക് അയച്ച് അദ്ദേഹം മച്ചാനിൽ അദ്ദേഹത്തിൻ്റെ സഹായിക്കൊപ്പം അവിടെ അങ്ങനെ കാത്തിരുന്നു. കാടടിച്ച് ശബ്ദമുണ്ടാക്കി കടുവയെ തുരത്തി ഓടിച്ചു. അവരുടെ പദ്ധതി പ്രകാരം തന്നെ ഫ്രെഡ് ആൻഡേഴ്സൺ ഇരിക്കുന്ന മരത്തിൻ്റെ അരികിലേക്ക് തന്നെയായിരുന്നു ആ കടുവ ഓടി വന്നതും. അങ്ങ് ദൂരെ നിന്ന് തന്നെ ആ കടുവയ്ക്ക് നേരെ ഫ്രെഡ് ആൻഡേഴ്സൺ തൻ്റെ തോക്ക് ചൂണ്ടി അങ്ങനെ നിന്നു. ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രം കാഞ്ചിയിന്മേൽ വിരലമർത്തുവാൻ. ആ സമയത്താണ് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായി ഒരബദ്ധം കാണിച്ചത്. അദ്ദേഹം മച്ചാനിൽ നിന്നും താഴേക്ക് തെന്നി വീഴാൻ പോയപ്പോൾ
മച്ചാനിലുണ്ടായിരുന്ന ഒരു കയറിൽ കയറി പിടിച്ചു. അദ്ദേഹം കയറിൽ കയറി പിടിച്ചതും മച്ചാൻ്റെ ബാലൻസ് തെറ്റി ഒന്നാടി ഉലഞ്ഞു. ആ ആടി ഉലക്കത്തിൽ കടുവയ്ക്ക് നേരെ ചൂണ്ടിയിരുന്ന ആ റൈഫിളിൻ്റെ കുഴിലുണ്ടല്ലോ, അതിൻ്റെ സ്ഥാനം മാറി. അപ്പോൾ തന്നെ ഫ്രെഡ് ആൻഡേഴ്സൻ്റെ കൈ കാഞ്ചിയിന്മേൽ അമരുകയും ചെയ്തു. ലക്ഷ്യസ്ഥാനം തെറ്റിച്ചുകൊണ്ട് ആ വെടിയുണ്ട കടന്നുപോയി. അതോടെ തന്നെ ആ കടുവയും അവിടുന്ന് ദൂരേക്ക് ഓടിയകന്നു. അങ്ങനെയാണ് ഒരു സംഭവത്തിൽ ആ കടുവ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. രണ്ടാമത്തത് ഇങ്ങനെയാണ്. വിഷ് ഏഡി എന്ന വേട്ടക്കാരൻ, അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു ബീറ്റർ സംഘത്തെ സംഘടിപ്പിച്ചു. കടുവയെ കാട്ടിൽ നിന്നും തുരത്തി ഓടിക്കുവാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ബീറ്റർ സംഘം കാട്ടിലേക്ക് പോയ സമയത്ത് തന്നെയാണ് വനത്തിൽ നിന്നും ആ കടുവ എത്തിയത്. വിഷ് വീഡി ഒരിക്കലും ഒരു വേട്ടയ്ക്ക് അപ്പോൾ തയ്യാറായിരുന്നില്ല. അദ്ദേഹം മച്ചാനിൽ ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൈപ്പും അത് കത്തിച്ച് വലിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. തോക്ക് മച്ചാനിൽ ചാരി വെച്ചിരിക്കുകയാണ്. ഈ സമയം കടുവ അവിടേക്ക് എത്തി. അദ്ദേഹത്തിന് ആ സമയം ഒന്നും തന്നെ ചെയ്യുവാനുണ്ടായിരുന്നില്ല. അദ്ദേഹം റൈഫിൾ കയ്യിലെടുത്തപ്പോൾ തന്നെ ആ കടുവ അവിടെ നിന്നും അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. ഇങ്ങനെ ഈ രണ്ട് സംഭവങ്ങളിലാണ് ആ കടുവയെ നേരിട്ട് വേട്ടക്കാർ കാണുന്നത്. അവരുടെ അഭിപ്രായവും വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ കഥയിലെ ഫ്രെഡ് ആൻഡേഴ്സൺ കണ്ടപ്പോൾ കടുവയുടെ വലിപ്പം അദ്ദേഹം വിവരിച്ച് നൽകിയത് ഒരു പോണിയുടെ വലിപ്പമുണ്ടെന്നാണ്. എന്നാൽ വിഷ് വീഡി പറഞ്ഞത് അതിനൊരു കഴുതയുടെ വലിപ്പമുണ്ടെന്നാണ്. ഇവർ രണ്ടുപേരും രണ്ട് രീതിയിലാണ് പറഞ്ഞതെങ്കിലും കേട്ട നിന്നവർക്ക് ഒരു കാര്യം മനസ്സിലായി. കടുവ ഒത്ത വലിപ്പമുള്ള ഒരു ആൺകടുവയാണെന്ന്. അങ്ങനെ ശൈത്യകാലം വരികയും പോവുകയും ചെയ്തു. പല പ്രാവശ്യവും നിരവധി പരാജയപ്പെട്ട ശ്രമങ്ങൾ പലരും കണ്ടിട്ടുണ്ട്, അവിടെ നടന്നിട്ടുമുണ്ട്. പക്ഷേ ആർക്കും ബാച്ചിലറെ കൊല്ലാൻ കഴിഞ്ഞില്ല. ജിം കോർബറ്റ് തൻ്റെ സുഹൃത്തായ വിദമിനെ പറ്റി അഭിപ്രായപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യയിൽ ഒരു കടുവയെ അദ്ദേഹത്തോളം മനസ്സിലാക്കിയ മറ്റൊരാൾ ഇല്ല എന്ന്. ആ കടുവ താവളമാക്കിയ മലയിടക്കിന് മുകളിലൂടെ ഒരു ഫയർ ലൈൻ കടന്നു പോകുന്നുണ്ട്. ഫയർ ലൈൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല എങ്കിൽ നമ്മൾ ഇതിനു മുന്നേ ഒരു ആനയുടെ കഥ ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി തന്നെ എന്താണ് ഫയർ ലൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അതൊന്ന് പോയി കേൾക്കുക. അതിൽ ഫയർ ലൈൻ എന്താണെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അങ്ങനെയുള്ള ഫയർ ലൈനിലൂടെ അദ്ദേഹം നടന്നു പോകുകയായിരുന്നു, അതായത് ജിം കോർബറ്റ്. അപ്പോൾ അവിടെ വെച്ച് കടുവയുടെ കാൽപ്പാടുകൾ കാണുവാൻ അദ്ദേഹം ഇടയായി. അങ്ങനെ കണ്ട കാൽപ്പാടുകൾ കാണിക്കുവാൻ വേണ്ടി വിദമിനെ അവിടേക്ക് കൊണ്ടുവന്നു. വിദം ഒറ്റയ്ക്കായിരുന്നില്ല അവിടേക്ക് എത്തിയത്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വിശ്വസ്തരായ 2 വേട്ടക്കാർ കൂടി ഉണ്ടായിരുന്നു. വിദം അവിടേക്ക് എത്തുകയും അവിടെ കണ്ട കാലടയാളങ്ങൾ നല്ലപോലെ പരിശോധിക്കുകയും ചെയ്തു. അതിനുശേഷം അതിൻ്റെ നീളം അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചത് ആ കടുവയ്ക്ക് ഏകദേശം 10 അടിയോളം നീളമുണ്ടെന്നാണ്. വിദ്ദിൻ്റെ കൂടെ അവിടേക്ക് വന്ന 2 വേട്ടക്കാരും വിദ്ദും ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു. അവർ ഇതുവരെയും ഇത്രയും വലിപ്പമുള്ള ഒരു കടുവയെ കണ്ടിട്ടില്ല എന്ന്. 1930 ആയതോടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വനത്തിൽ അവരുടെ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങി. അതായത് ആ കടുവയെ കണ്ടുപിടിക്കുവാനുള്ള പ്രവർത്തനം ഊർജിതമാക്കി. നിരവധി തവണ ആ മലയിടുക്കിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ വന്നെത്തിയതോടെ ആ കടുവയ്ക്ക് അവിടെ ഇരിക്കുവാൻ അസ്വസ്ഥത നേരിടേണ്ടി വന്നു. അതായത് അത് സുരക്ഷിതമല്ല എന്ന് അതിന് തന്നെ ബോധ്യപ്പെട്ടു. അങ്ങനെ ആ മലയിടുക്ക് ഉപേക്ഷിച്ച് മറ്റെവിടേക്കോ അവൻ പോയിരുന്നു. കോർബറ്റ് ഈ വിവരം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നല്ലേ? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഹണ്ടിങ്ങിന് വേണ്ടി ഒരു പാസ് ലഭിക്കും. 15 ദിവസത്തേക്കാണ് ആ പാസ് അനുവദിച്ച് നൽകുക. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പക്കൽ നിന്നും 15 ദിവസത്തേക്ക് പാസ് എടുത്തുകൊണ്ട് വനത്തിലേക്ക് ആ കടുവയെ വേട്ടയാടാൻ പോയ 2 വേട്ടക്കാരിൽ നിന്നുമാണ് കോർബറ്റ് ഈ വിവരം അറിയുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റൊരു വിവരം കൂടി അദ്ദേഹം അറിഞ്ഞു. ഇങ്ങനെ ഹണ്ടിങ് പാസ് എടുത്തുകൊണ്ട് പല പാർട്ടികളും, അതായത് പല വേട്ടക്കാരുടെ ചെറിയ ചെറിയ സംഘങ്ങളും പവൽഗഡിലെ ബാച്ചിലർ എന്നറിയപ്പെടുന്ന ആ കടുവയെ തേടിയിറങ്ങി. മുന്നേ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ പോയവർക്കും സംഭവിച്ചത്. ആ കടുവയെ ഒന്ന് കാണുവാൻ പോലും അവർക്കാർക്കും സാധിച്ചില്ല. ശൈത്യകാലത്തിൻ്റെ അവസാന സമയം. ദിവസവും രാത്രിയിൽ 7 മൈൽ സഞ്ചരിച്ചുകൊണ്ട് മലയിറങ്ങി സമുദ്രത്തിലേക്ക് ഒരാൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു. ഡാർക്ക് റണ്ണർ. കോർബറ്റിൻ്റെ വീടിന് മുന്നിലൂടെയായിരുന്നു അദ്ദേഹം കടന്നു പോകാറുള്ളത്. ഒരു ദിവസം തിരികെ മടങ്ങുന്നതിനിടയിൽ കോർബറ്റിൻ്റെ വീടിന് മുന്നിൽ അദ്ദേഹം നിൽക്കുകയും കോർബറ്റിനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോഴാണ് കോർബറ്റിനോട് അയാളൊരു വിവരം പറയുന്നത്. രാവിലെ ഇവിടേക്ക് വരുന്ന വഴിയിൽ ഞാൻ അസാധാരണമായ ഒരു കാഴ്ച കണ്ടു. അതൊരു കടുവയുടെ കാലടയാളമായിരുന്നു.
30 വർഷമായി ഞാൻ ഈ വഴിയിൽ സഞ്ചരിക്കുന്നു. ഇതിനു മുന്നേ ഒന്നും ഞാൻ ഇത്രയും വലിയ കടുവയുടെ കാലടയാളങ്ങൾ കണ്ടിട്ടില്ല. കടുവ പടിഞ്ഞാറ് ദിശയിൽ നിന്നും റോഡിലൂടെ ഏകദേശം 200 വാര സഞ്ചരിച്ചു. എന്നിട്ട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞുപോയി. നിങ്ങൾക്കറിയാം കോർബറ്റ്, ആ കടുവ നടന്നു പോയത് ഒരു വലിയ ബദാം മരത്തിൻ്റെ ചുവട്ടിൽ കൂടിയായിരുന്നു. അതെ, കോർബറ്റിന് ആ മരം നല്ലപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 2 മൈൽ സഞ്ചരിക്കുമ്പോൾ ആ ബദാം മരം കാണുവാൻ സാധിക്കും. 2 മൈൽ അകലെയുള്ള കോർബറ്റിൻ്റെ വീടിൻ്റെ ഒരു പ്രധാന അടയാളവും, അതായത് ലാൻഡ് മാർക്കും, ആ ബദാം മരമാണ്. അവിടുത്തെ കാടിൻ്റെ ഓരോ ചലനവും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കോർബറ്റിന് ഒരു കാര്യം അതോടെ ബോധ്യപ്പെട്ടു. കടുവ തിരഞ്ഞെടുത്ത വഴി നിബിഡ വനത്തിലൂടെ കടന്നു പോകുന്ന ഒരു അരുവിയിലേക്കാണ്. അവിടെ നിന്നും കാളികൾ നടന്നു പോകുന്ന ഒരു കന്നുകാലി പാതയുണ്ട്. അതിനുശേഷം കടുവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു വനപ്രദേശത്തിലേക്കുമാണ് കടുവ ഇപ്പോൾ കടന്നു പോയിരിക്കുന്നത്. ആ കഥകളെല്ലാം കേട്ട കോർബറ്റ് പിറ്റേ ദിവസം തന്നെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായയായ റോബിനെയും എടുത്തുകൊണ്ട് അവിടേക്ക് യാത്ര തിരിച്ചു. റോബിൻ ആരായാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോബിൻ കോർബറ്റിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തു നായയാണ്. അതൊരു ഹണ്ടിങ് ഡോഗാണ്. കോർബറ്റിൻ്റെയും ആ നായയുടെയും കഥ നമ്മൾ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കണിലും കൊടുത്തേക്കാം. അങ്ങനെ ജിം കോർബറ്റ് റോബിൻ എന്ന തൻ്റെ നായയും എടുത്തുകൊണ്ട് അവിടേക്ക് യാത്ര തിരിച്ചു. അതായത് ആ കടുവ പോയിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ആ ഭാഗത്തേക്ക്. ജിം കോർബറ്റും തൻ്റെ പ്രിയപ്പെട്ട നായയും പോകുന്നത് കന്നുകാലി പാതയിലൂടെയാണ്. ആ പാത തിരഞ്ഞെടുക്കുവാനും അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അവിടെ പൊടി നിറഞ്ഞ ഒരു പാതയായതുകൊണ്ട് തന്നെ ഏതൊരു മൃഗത്തിൻ്റെയും പക് മാർഗുകൾ ട്രാക്ക് ചെയ്തു പോകുവാൻ വളരെ എളുപ്പമാണ്. അതിനാലാണ് അദ്ദേഹം അവിടെ കൂടി യാത്ര ചെയ്യുവാൻ തീരുമാനിച്ചത്. വലിയൊരു ദൗത്യത്തിനാണ് പോകുന്നതെന്ന് റോബിന് മനസ്സിലായിരുന്നു. വഴിയിൽ കാട്ടുകോഴികളെയും കാക്കർമാനുകളെയും കണ്ടു. അവൻ അവിടേക്ക് ശ്രദ്ധ ചെലുത്തിയില്ല. അവൻ്റെ മുന്നിൽ കൂടി 2 കേഴമാനുകൾ വരെ പോയി. 2 വട്ടം അത് അലാറം ശബ്ദങ്ങൾ മുഴക്കുകയും ചെയ്തു. റോബിൻ അവിടേക്ക് ശ്രദ്ധിച്ചത് പോലുമില്ല. അവന് നല്ലപോലെ അറിയാം അവനിപ്പോൾ വലിയൊരു മൃഗത്തിന് പിന്നാലെയാണെന്നും ചെറിയ മൃഗത്തിന് വേണ്ടി അവൻ്റെ സമയം കളയുവാൻ ഇല്ല എന്നും. കന്നുകാലിപ്പാതയിൽ മണ്ണും കല്ലും നിറഞ്ഞതായിരുന്നു. മൃഗങ്ങളുടെ കുളമ്പടികൾ കൊണ്ട് ആ സ്ഥലം കടുപ്പമേറിയതായി കഴിഞ്ഞിരുന്നു. കല്ലുകൾക്കിടയിലൂടെ റോബിൻ തൻ്റെ മൂക്ക് വെച്ച് മണത്തു. എന്നിട്ട് അവൻ തലയുയർത്തി കോർബറ്റിനെ ഒന്ന് നോക്കി. അതിൻ്റെ അർത്ഥം ഇതാണ്: യജമാനെ വരൂ, എനിക്ക് അവൻ്റെ മണം കിട്ടിയിരിക്കുന്നു. റോബിൻ പതിയെ ഒരു വാരം മുന്നിലേക്ക് നടന്നു. കോർബറ്റ് അവൻ്റെ പിന്നാലെയും. ആ നടത്തത്തിൽ തന്നെ കോർബറ്റിൻ്റെ കാര്യം മനസ്സിലായിരിക്കുന്നു. അവന് എവിടെ നിന്നോ പുതിയൊരു മണം ലഭിച്ചിരിക്കുന്നു. അതെ, അത് കടുവയുടെ ഗന്ധം തന്നെയാണ്. അങ്ങനെ റോബിനെ പിന്തുടർന്നുകൊണ്ട് ഏകദേശം 100 വാര കോർബറ്റ് മുന്നിലേക്ക് പോയി കാണും. അങ്ങനെ 100 വാര പിന്നിട്ടപ്പോഴേക്കും റോഡിൻ്റെ ഘടനയും മാറി. ഇപ്പോൾ അവർ നടന്നുകൊണ്ടിരിക്കുന്ന പാതയ്ക്ക് നേരത്തെ നടന്ന പാതയേക്കാൾ നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മണ്ണ് അല്പം മൃദുവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കോർബറ്റിന് ആ കടുവയുടെ കാലടയാളങ്ങൾ അവിടെ വെച്ച് കാണുവാൻ സാധിച്ചത്. അവിടെ കണ്ട കാലടയാളങ്ങൾ കോർബറ്റ് വിശാലമായി തന്നെ ഒന്ന് പരിശോധിച്ചു. അതെ, ഇത് ഞങ്ങൾ തേടുന്ന പവൽഗഡിലെ ബാച്ചിലർ കടുവയുടേത് തന്നെയാണ്. ഇപ്പോൾ ഞങ്ങളിൽ നിന്നും 2-3 മിനിറ്റ് വ്യത്യാസത്തിൽ അവൻ ഈ പാതയിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോർബറ്റും റോബിനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ മൃദുവായ നിലം കഴിഞ്ഞാൽ ഏകദേശം 300 വാര അകലെ വരെ കല്ലുകൾ നിറഞ്ഞ പാതയാണ്. അതിനുശേഷം ആ വഴി താഴേക്കിറങ്ങുകയും അത് പിന്നീട് ഒരു സമതലത്തിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതൊരു തുറന്ന സ്ഥലമാണ്. കടുവ അതിൻ്റെ സാധാരണ നടത്തം തുടരുകയാണെങ്കിൽ ഈ തുറന്ന സ്ഥലത്ത് വെച്ച് അവനെ എനിക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ അവർ അവരുടെ നടത്തം തുടർന്നു. 9 വാര കൂടി മുന്നിലിട്ട് ചെന്നപ്പോൾ റോബിൻ അവിടെ നിന്നു. അവിടെ ഇവിടെയായി അവൻ മണത്തു തുടങ്ങി. എന്നിട്ട് അവൻ ഇടത്തേക്ക് നോക്കി. അവിടെ ഏകദേശം 2 അടി ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുണ്ടായിരുന്നു. റോബിൻ ആ പുല്ലിലേക്ക് കയറി. പൊതുവെ കടുവകൾക്ക് ഇഷ്ടപ്പെട്ട വാട്ട് എന്ന ചെടിയായിരുന്നു അത്. എന്നാൽ 2 അടി തൊട്ട് 5 അടി വരെ ഉയരമുള്ള ആ കുറ്റിക്കാടുകൾക്കിടയിൽ റോബിന് മുന്നോട്ട് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ കുറച്ച് സമയം കൂടി അവിടെ ഇവിടെയായി നടന്നിട്ട് കോർബറ്റിൻ്റെ അരികിലേക്ക് തിരികെ എത്തി. എന്നിട്ട് യജമാനനെ ഒന്ന് നോക്കി. അതിന് ഒരർത്ഥം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് മുന്നിലേക്കുള്ള പാത കാണുവാൻ കഴിയുന്നില്ല യജമാൻ. അവനെ ഒന്നെടുത്തുയർത്താമോ എന്നതായിരുന്നു ആ നോട്ടത്തിലുണ്ടായിരുന്നത്. കോർബറ്റ് റോബിൻ്റെ പിൻകാലുകൾ തൻ്റെ ഇടത് പോക്കറ്റിലേക്ക് വെച്ചു.
റോബിൻ തൻ്റെ മുൻകാലുകൾ കോർബറ്റിൻ്റെ തോളിൽ വെച്ച് സുരക്ഷിതനായിരുന്നു. ഇതോടെ അവന് വ്യക്തമായി മുന്നിലേക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കോർബറ്റിൻ്റെ 2 കൈകളും തോക്ക് ഉപയോഗിക്കുവാൻ വേണ്ടി സജ്ജമായി. മുൻപും നിരവധി തവണ റോബിൻ ഇങ്ങനെ സഹായകരമായി നിന്നിട്ടുണ്ട്. അവൻ ഒരിക്കലും കോർബറ്റിൻ്റെ കാഴ്ചയ്ക്ക് മറവുണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടോ ഇല്ല. കോർബറ്റ് കുറ്റിക്കാടുകൾക്കിടയിലൂടെ പകുതി ദൂരം ചെന്നപ്പോൾ മുന്നിലത്തെ ചെടികൾ അനങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ നടത്തെ അവിടെ അവസാനിപ്പിച്ച് കുറച്ചു നേരം കാത്തുനിന്നു. അപ്പോഴേക്കും ആ അനക്കം പൂർണ്ണമായും അവസാനിച്ചു. അതിനർത്ഥം കടുവ അവിടെ നിന്നും വീണ്ടും മുന്നിലേക്ക് പോയി എന്ന് തന്നെയാണ്. അനക്കം പൂർണ്ണമായും അവസാനിച്ചപ്പോൾ കോർബറ്റ് ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടുത്തെ ഈ തുറന്ന സ്ഥലത്ത് വെച്ച് ആ ബാച്ചിലർ കടുവയെ കാണാൻ കഴിയുമെന്നായിരുന്നു കോർബറ്റ് കണക്ക് കൂട്ടിയിരുന്നത്. റോബിനെ അദ്ദേഹം പതിയെ താഴേക്ക് വെച്ചു. റോബിൻ അവിടെ ഇവിടെയായി മണത്തു നടന്നു. എന്നിട്ട് റോബിൻ ഇടത്തേക്ക് തിരിഞ്ഞു നിന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: കടുവ ഇപ്പോൾ പോയിരിക്കുന്നത് ഇടതുവശത്തേക്കാണ്. ആ പാത ഇപ്പോൾ ചെന്ന് അവസാനിക്കുന്നത് ദൂരെയുള്ള ഒരു മലയിടുക്കിലേക്കും. അതായത് കടുവ ഇപ്പോൾ പോയിരിക്കുന്നത് ആ മലയിടുക്കിലേക്കാണ്. ഈ മലയിടുക്ക് ഒരു കുന്നിൻ്റെ അടിവാരത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. ഇതിൽ ധാരാളം ഗുഹകളുണ്ട്. കടുവകൾക്ക് എപ്പോഴും സുരക്ഷിതമായി വിശ്രമിക്കുവാൻ കഴിയുന്ന അത്രയും ഒളിത്താവളങ്ങളും അവിടെ കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ സമയം കോർബറ്റ് നേരിടുന്ന പ്രശ്നം അതായിരുന്നില്ല. കോർബറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിനെ പറ്റിയായിരുന്നു കോർബറ്റ് ചിന്തിച്ചു കൊണ്ടിരുന്നത്. തൻ്റെ കയ്യിരിക്കുന്ന തോക്കിന് കടുവയെ അടുത്തു നിന്ന് നേരിടുവാൻ അത് പ്രാപ്തമായിരുന്നില്ല. ഇനിയും ഈ വഴി മുന്നിലേക്ക് പോകുകയാണെങ്കിൽ ഉറപ്പായും മുഖാമുഖം ആ കടുവയെ നേരിടേണ്ടായി വരും. കയ്യിരിക്കുന്ന തോക്ക് പ്രയോജനപ്പെടില്ല. അതുമാത്രമല്ല, കോർബറ്റിന് പ്രാതൽ കഴിക്കുവാനും സമയമായിരുന്നു. ഇനിയും ആ കടുവയെ തിരഞ്ഞ് മുന്നിലേക്ക് പോകണ്ട എന്ന് റോബിനും കോർബറ്റും തീരുമാനിച്ചു. അതോടെ ആ തിരച്ചിൽ അവിടെ അവസാനിപ്പിച്ച് അവർ തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങി. ബംഗ്ലാവിൽ ചെന്ന് കോർബറ്റ് പ്രാതലെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇത്തവണ അദ്ദേഹം റോബിനെ കൂട്ടിയിരുന്നില്ല. അതുമാത്രമല്ല, തൻ്റെ കൈവശം ഉണ്ടായിരുന്നത് 450 റൈഫിലായിരുന്നു. കുറച്ചുകൂടി ആ കടുവയെ അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. അവിടെ അല്പസമയം അദ്ദേഹം നിന്നു. അതിനുശേഷം തൻ്റെ തോളിൽ തൂക്കിയിട്ടിരുന്ന തോക്കെടുക്കുകയും റീലോഡ് ചെയ്യുകയും സേഫ്റ്റി ക്യാപ്പ് മാറ്റുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കുന്നിൻ്റെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ഗൂർഖ ആക്രമണത്തെ നേരിടുവാൻ പ്രദേശവാസികൾ ഉപയോഗിച്ചിരുന്ന ചരിത്രപരമായ ഒരു പ്രദേശം കൂടിയായിരുന്നു അത്. അങ്ങനെ വീണ്ടും കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും പോത്തിൻ്റെ ഒരു ശബ്ദവും പോത്തിൻ്റെ മണിയുടെ ശബ്ദവും ഒരാൾ അലറുന്ന ശബ്ദവും കേട്ടു. അവിടേക്ക് ചെന്ന കോർബറ്റ് കാര്യം അന്വേഷിച്ചു. അയാൾ പോത്തുകളെ മേയ്ക്കുകയായിരുന്നു. ഒരു ഇടയനായിരുന്നു അത്. ഈ ശബ്ദം വന്നത് കുന്നിൻ്റെ മുകളിൽ നിന്നാണ്. കുന്നിൻ മുകളിൽ പരന്ന ഏകദേശം 1/2 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ കോർബറ്റ് എത്തിച്ചേർന്നത്. അവിടെ എത്തിയതും തൻ്റെ കൈവശം സൂക്ഷിച്ചിരുന്ന കൈക്കോടാലി ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കുറ്റിക്കാടുകളുടെ ചില്ലുകളും മറ്റും വെട്ടിമാറ്റി. അതിനുശേഷം അതുവഴി അദ്ദേഹം വീണ്ടും നടപ്പ് തുടങ്ങി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അയാൾ അലറുന്നുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ചുവട്ടിൽ ധാരാളം കന്നുകാലികൾ മേയുന്നതും കോർബറ്റിന് കാണുവാൻ കഴിഞ്ഞു. മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഒരാൾ മരത്തിൽ കയറി നിൽക്കുന്നു. അയാൾ ഉപയോഗിച്ചിരുന്ന കൈക്കോടാലിയെല്ലാം ഉപയോഗിച്ച് മരത്തിൻ്റെ ചില്ലകൾ വെട്ടുന്നു. അതിനുശേഷം അയാൾ വീണ്ടും താഴേക്കിറങ്ങുകയും ചുറ്റുപാടും ഒന്ന് നോക്കുകയും വീണ്ടും നടക്കുകയും ചെയ്തു. 2-3 ചൂടുകൾ വെച്ച ശേഷമാണ് ആ കാഴ്ച അയാൾ കണ്ടത്. അത് തന്നെക്കാൾ ഉയർന്നു വളർന്നു നിൽക്കുന്ന ഒരു വലിയ കുറ്റിക്കാടായിരുന്നു. അദ്ദേഹം തൻ്റെ നടത്തെ അവസാനിപ്പിച്ചു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ആ വലിയ മരത്തിൻ്റെ ചുവട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഇപ്പോഴും ആ ഇടയൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവനോട് കാര്യം തിരക്കി. അപ്പോൾ അവൻ ആ കാര്യം പറയുവാൻ തുടങ്ങി. ജിം കോർബറ്റും റോബിനും തിരികെ ബംഗ്ലാവിലേക്ക് പോയി എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ആ സമയത്ത് തന്നെ ആയിരിക്കാം ഇതും അരങ്ങേറിയത്. കന്നുകാലികളെ മേയിച്ചുകൊണ്ട് അവർ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവരുടെ മുന്നിൽ നിന്നും ഈ കടുവ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് നേരെ ചാർജ് ചെയ്യുവാൻ തുടങ്ങിയതും. ആദ്യമൊക്കെ അയാൾ വിചാരിച്ചത് തന്നെ ആ കടുവ ഒന്നും ചെയ്യില്ല എന്നും ഇതൊരു കന്നുകാലി പിടിയനായ കടുവയാണെന്നുമാണ്. എന്നാൽ കാര്യങ്ങളുടെ സ്ഥിതിഗതികൾ മാറിയത് അങ്ങനെയല്ല. അവനെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടുവ ചാർജ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അയാൾ നിലവിളിക്കുകയും അയാൾ തിരിഞ്ഞോടി അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്തത്. മരത്തിൻ്റെ മുകളിലേക്ക് അഭയം പ്രാപിച്ച അയാളെ ആ കടുവ ഒന്നും തന്നെ ചെയ്തില്ല.
എങ്കിലും മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി 2-3 തവണ അലറി ഉച്ചത്തിൽ ഗർജിച്ചു. അയാളെ ഭയപ്പെടുത്തി അവിടെ തന്നെ ഇരുത്തി. പിന്നീട് ആ കടുവയുടെ കണ്ണുകൾ പോയത് അയാൾ അവിടേക്ക് മേയ്ക്കുവാൻ കൊണ്ടുവന്ന കന്നുകാലികളുടെ മുകളിലേക്കായിരുന്നു. അയാളുടെ കന്നുകാലിയുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ഒരു കന്നുകാലിയെ തന്നെ ആ കടുവ ആക്രമിച്ചു. ഒറ്റയടിക്ക് അതിനെ നിലത്തിടുകയും കഴുത്തിലേക്ക് അതിൻ്റെ കൂർത്ത കോമ്പലുകൾ ഇറക്കുകയും ചെയ്തു. നിസ്സഹായതയോടെ ആ മരത്തിൻ്റെ മുകളിലിരുന്ന് ആ കാഴ്ചയെല്ലാം കാണുവാൻ മാത്രമാണ്, അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ഉച്ചത്തിൽ നിലവിളിച്ച് കരയുവാൻ മാത്രമാണ് ആ ഇടയന് സാധിച്ചത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന കന്നുകാലികളിൽ വെച്ച് ഏറ്റവും വലിയ കന്നുകാലിയെ തന്നെയാണ് അവൻ കൊലപ്പെടുത്തിയത്. ജീവൻ പൂർണ്ണമായും നഷ്ടപ്പെട്ട ശേഷവും പതിയെ ആ കടുവ അയാളിരുന്ന മരത്തിൻ്റെ താഴേക്ക് നടന്നു വരികയും മരത്തിലേക്ക് ചാടിക്കയറുവാൻ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. ആ കാഴ്ചയെല്ലാം കണ്ടതും അയാൾക്ക് ഉറപ്പായി, മരത്തിൻ്റെ താഴേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ആ കടുവ തന്നെയും കൊല്ലുമെന്ന്. വീണ്ടും വീണ്ടും ആ മരത്തിലേക്ക് നോക്കി 1-2 തവണ ആ കടുവ ഗർജിച്ചു. അയാളെ വെല്ലുവിളിച്ചു. മരത്തിൻ്റെ താഴേക്ക് ഇറങ്ങി വാ, നിന്നെ കാണിച്ചു തരാം എന്ന മട്ടിലായിരുന്നു ആ കടുവ അവിടെ നിന്നിരുന്നത്. കാരണം ഇപ്പോൾ ആ കടുവ നിൽക്കുന്നത് അവൻ്റെ ടെറിട്ടറിയിലാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജിം കോർബറ്റിൻ്റെ കഥ അല്പം വലിയ കഥയായതുകൊണ്ട് നമ്മൾ ഈ കഥ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത തവണ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ കഥ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുവാനും മറക്കല്ലേ. ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ജിം കോർബറ്റിനോട് അയാൾ ഈ കഥയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കെ ബാക്കി കൂടി പറഞ്ഞു. കടുവ വീണ്ടും തന്നെ ആക്രമിക്കുവാനായി ആ മരത്തിൻ്റെ അരികിലേക്ക് വന്നപ്പോൾ താൻ ഓമനിച്ച് വളർത്തിക്കൊണ്ടിരുന്ന തൻ്റെ കന്നുകാലികളെല്ലാം കൂടി അവയുടെ കൊമ്പ് ചരിച്ചു വെച്ച് അതിനെ പ്രതിരോധിച്ചു. കടുവയ്ക്ക് വീണ്ടും ആ മരത്തിൽ ആക്രമിക്കുവാൻ സാധിച്ചില്ല. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കാം ജിം കോർബറ്റും അദ്ദേഹത്തിൻ്റെ നായും വരുന്ന ശബ്ദം ആ കടുവ കേൾക്കുവാൻ ഇടയായത്, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കടുവയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അപ്പോൾ ആയിരിക്കാം ആ കടുവ ആ സ്ഥലം ഉപേക്ഷിച്ച് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങിയത്. ഇത്രയും കാര്യങ്ങൾ കോർബറ്റിനോട് ആ ഇടയൻ പറഞ്ഞു. ആ മരത്തിലിരിക്കുന്ന ആ ഇടയനുണ്ടല്ലോ, കോർബറ്റിൻ്റെ പഴയൊരു സുഹൃത്താണ്. ഇദ്ദേഹത്തെപ്പറ്റി പറയുവാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ കോർബറ്റിന് പറയാനുണ്ട്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്ന ഗ്രാമത്തിലെ ഗ്രാമമുഖ്യനുമായി കുറച്ച് പ്രശ്നങ്ങളും വഴക്കുകളുമെല്ലാം ഇദ്ദേഹത്തിനുണ്ട്. അത് വേറെ ഒന്നും കൊണ്ട് വന്നതല്ല, ഇയാളുടെ കയ്യിലിരിപ്പിന് തന്നെ കിട്ടിയതാണ്. കാരണം ഗ്രാമമുഖ്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തോക്കുണ്ട്. ആ തോക്ക് ഗ്രാമമുഖ്യൻ്റെ കയ്യിൽ നിന്നും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇദ്ദേഹം നേടിയെടുക്കുകയും അതുപയോഗിച്ച് ധാരാളം നിയമവിരുദ്ധമായ വേട്ടയാടലുകൾ നടത്തുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഗ്രാമമുഖ്യനും ഇയാളുമായി ഉടക്കാണ്. അങ്ങനെയുള്ള അദ്ദേഹമാണ് കോർബറ്റിനോട് പറഞ്ഞത്, എന്നെയും എൻ്റെ കന്നുകാലികളെയും എല്ലാം എങ്ങനെയെങ്കിലും ആ കടുവയുടെ കയ്യിൽ നിന്നും രക്ഷിക്കണേ എന്ന്. അവസാനം കോർബറ്റ് അത് സമ്മതിച്ചു. ഞാൻ താങ്കളെ രക്ഷിക്കാം. താങ്കൾ ആദ്യം മരത്തിൽ നിന്നും താഴേക്കിറങ്ങും, എന്നിട്ട് പോത്തിനെ നയിച്ചുകൊണ്ട് താങ്കൾ മുന്നിൽ നടക്കാം. ഞാൻ ഏറ്റവും പിന്നിൽ എൻ്റെ നായുമായി എൻ്റെ തൂക്കുമായി നടക്കാം. ഇനിയും കാട്ടിൽ ഏതെങ്കിലും അലഞ്ഞു നടക്കുന്ന കടുവയുണ്ടെങ്കിലോ നമുക്ക് നോക്കാം. നിങ്ങളെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്നും രക്ഷിച്ച് പുറത്തെത്തിക്കാം. കോർബറ്റ് അദ്ദേഹത്തിന് വാക്ക് നൽകി. ഇടയൻ താഴേക്കിറങ്ങി തൻ്റെ കന്നുകാലികളെ അവിടേക്ക് നയിക്കുവാൻ നോക്കിയപ്പോൾ അത് വിസമ്മതിച്ചു. കാരണം അവ സൃഷ്ടിച്ചെടുത്ത ഒരു സുരക്ഷിത വലയമുണ്ടല്ലോ, ആ വലയം ഭേദിച്ചു മുന്നോട്ട് പോകുവാൻ അവ തയ്യാറായില്ല. എങ്കിലും ഇടയൻ ഒന്നുകൂടി ശ്രമിച്ചപ്പോൾ അതിനവ തയ്യാറായി. അങ്ങനെ പോത്തുകൾ വരിവരിയായി മുന്നിലേക്ക് നടന്നു. അവയെ നയിച്ചുകൊണ്ട് ഇടയൻ പിന്നിലും അതിൻ്റെ പിന്നാലെ കോർബറ്റും അദ്ദേഹത്തിൻ്റെ റോബിൻ എന്ന നായയും. ആ പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഭാഗത്തുകൂടി അവർ പതിയെ മുന്നിലേക്ക് നീങ്ങിയപ്പോൾ കാടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ കടുവയുടെ ഉഗ്രമായ ഗർജനം അവിടെ ഉയർന്നു കേട്ടു. അത് ഉയർന്നു കേട്ടത് അവർ നിൽക്കുന്ന ഭാഗത്തു നിന്നും കുറച്ച് അകലെയായി വലതുവശത്തു നിന്നുമായിരുന്നു അവർ അത് കേട്ടത്. ജിം കോർബറ്റിന് പന്തികേടായിട്ട് തോന്നി. കടുവ അടുത്തെവിടെയുണ്ട്. അവരുടെ ചലനങ്ങൾ അവൻ വീക്ഷിക്കുകയാണ്. ജിം കോർബറ്റ് വളരെ വേഗം തന്നെ ഒരു സിഗ്നൽ ഇടയന് നൽകി. തൻ്റെ കന്നുകാലികളെ വളരെ വേഗം അവിടെ നിന്ന് നയിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടിയായിരുന്നു ആ സിഗ്നൽ കോർബറ്റ് നൽകിയത്. അതിന് പ്രകാരം ആ ഇടയൻ അയാളുടെ കന്നുകാലികളെ വളരെ വേഗം തന്നെ അവിടെ നിന്നും ഗ്രാമം ലക്ഷ്യമാക്കി നയിക്കുവാൻ തുടങ്ങി. കടുവയുടെ ഗർജനം കേട്ടപ്പോൾ തന്നെ ആ ഇടയൻ്റെ മുഖത്തെ പരിഭ്രമം ഒന്ന് കാണേണ്ടതായിരുന്നു. ജിം കോർബറ്റ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തിൻ്റെ കന്നുകാലികളെ നയിച്ചുകൊണ്ട് അദ്ദേഹം മുന്നിലേക്ക് നടന്നു. ഇനിയും കടക്കുവാനുള്ളത് ഒരു വലിയ നിബിഡമായ വനവും ഒരു ചെറിയ ജലാശയവുമാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമം വരുന്നത്.
പിന്നെ ഒട്ടും താമസിക്കാതെ ആ വലിയ പുൽമൈതാനി കടന്നുകൊണ്ട് അവർ നിബിഡമായ വനത്തിലേക്ക് പ്രവേശിച്ചു. നിബിഡമായ വനത്തിലേക്ക് പോകുമ്പോൾ അവരുടെ പിന്നാലെ ആരോ അവരെ വാച്ച് ചെയ്യുന്നത് പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും ജിം കോർബറ്റിന്റെ ധൈര്യത്തിൽ അവർ മുന്നിലേക്ക് നീങ്ങി. അങ്ങനെ ആ നിബിഡമായ വനം കടന്നുകൊണ്ട് അവർ ജലാശയത്തിന്റെ അരികിലേക്ക് എത്തുകയും കന്നുകാലികളെ ജലാശയം കടത്തി അപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ആ ചെറിയ ജലാശയം കടന്നപ്പോഴാണ് ഇടയന്റെ മുഖത്ത് ഒരു തെളിച്ചം വന്നത്. ജിം കോർബറ്റിനോട് അദ്ദേഹം അത് പറയുകയും ചെയ്തു. ആ കടുവ ഒരു ഭയങ്കരൻ തന്നെയാണ്. ഒരു ദിവസം ഒരു പോത്തിനെ പൂർണ്ണമായും തിന്നുമുള്ള കഴിവ് ആ കടുവയ്ക്കുണ്ട്. അപ്പോൾ തന്നെ അങ്ങക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലായി കാണുമല്ലോ. ആ കടുവ ഒന്ന് ഇറങ്ങി തുനിഞ്ഞാൽ 25 ദിവസം കൊണ്ട് എൻ്റെ 25 കന്നുകാലികളെയും അവൻ തിന്നു തീർക്കും. അതോടെ എൻ്റെ കാര്യത്തിന് തീരുമാനമാകും. ഞാൻ പട്ടിണിയുമാകും. അതിനൊന്നും ഇടവരുത്തരുത്. അങ്ങയ്ക്ക് ഇപ്പോൾ ഒരു സ്വഭാവമുണ്ടെന്ന് എനിക്കറിയാം. അങ്ങ ഇപ്പോൾ മൃഗങ്ങളെ കൊല്ലുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ചിത്രം എടുക്കുന്നതിലാണ് ഇപ്പോൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അവനെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതെ, ഈ കാലഘട്ടമായപ്പോഴേക്കും ജിം കോർബറ്റ് കടുവകളെ വേട്ടയാടുന്നതും മറ്റു മൃഗങ്ങളെ വേട്ടയാടുന്നതും പരമാവധി ഒഴിച്ചുകൊണ്ട് അവയെ സംരക്ഷിച്ചുകൊണ്ട് മൃഗങ്ങളുടെ ഫോട്ടോകളെടുത്ത് അത് സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അത് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. കാരണം ജിം കോർബറ്റിൻ്റെ പഴയൊരു സുഹൃത്തായിരുന്നല്ലോ അയാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ആ കടുവയെ ഒന്ന് കൊന്നു തരണം. ജിം കോർബറ്റിൻ്റെ മറുപടി ഇതായിരുന്നു, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. എങ്കിലും എനിക്ക് പൂർണ്ണമായും പറയുവാൻ കഴിയില്ല. എങ്കിലും ഞാൻ ശ്രമിക്കാം. ഇത് മാത്രമായിരുന്നു ജിം കോർബറ്റ് ആ ഇടയനോട് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്നും വീണ്ടും ഞങ്ങൾ നടത്തം തുടങ്ങി. അവസാനം അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഞാൻ കൊണ്ടെത്തിച്ചു. അദ്ദേഹത്തോട് ഒരു ബൈ പറഞ്ഞതിന് ശേഷം ഞാൻ അവിടെ നിന്നും തിരികെ ആ സമതലത്തിലേക്ക്, അതായത് ആ പുൽമൈതാനിയുടെ അരികിലേക്ക് തിരികെ നടന്നു. റോബിനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ പതിയെ സമയമെടുത്ത് ആ ചെറിയ ജലാശയമെല്ലാം കടന്ന് ആ കൊടിയ വനത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴൊന്നും ആ കടുവയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് അറിയുവാൻ സാധിച്ചില്ല. അവൻ എവിടേക്കാണ് പോയതെന്ന് പോലും ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ സാന്നിധ്യം അറിയണം, അത് അത്യാവശ്യമാണ്. ആ പുൽമൈതാനിയുടെ അരികിലേക്ക് ഞങ്ങൾ നടന്നു. ആ നിബിഡമായ വനം കടന്നുകൊണ്ട് ഞങ്ങൾ ആ പുൽമൈതാനിയിലേക്ക് പ്രവേശിച്ചു. അവിടെ കാത്തിരിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അത് മറ്റൊന്നുമായിരുന്നില്ല, കടുവയുടെ സാന്നിധ്യം എവിടെയാണെന്ന് അറിയണം. അതിനുവേണ്ടി കടുവയുടെ ശബ്ദമോ അല്ലെങ്കിൽ വനത്തിലെ മാനുകളുടെയോ പക്ഷികളുടെയോ കുരങ്ങന്മാരുടെയോ ശബ്ദം ശ്രവിച്ചുകൊണ്ട് അവിടെയുള്ള ദിശ മനസ്സിലാക്കണം. ഇതായിരുന്നു അവിടെ ചെന്നിരുന്നതിൻ്റെ ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ആ മൈതാനിയിൽ ഒരുപാട് സമയം കോർബറ്റ് ചെലവഴിച്ചു. ആ കടുവയുടെ സാന്നിധ്യത്തെപ്പറ്റി ഒന്നും വെളിപ്പെട്ടില്ല. അങ്ങനെ ഒരു പാറയുടെ പുറത്ത് അങ്ങനെ കോർബറ്റ് ഇരുന്നു. പതിയെ അദ്ദേഹത്തിൻ്റെ കാലുകൾ ചേർത്ത് വെക്കുകയും തല അവിടേക്ക് വെച്ച് ഒന്ന് മയങ്ങുകയും ചെയ്തു. അങ്ങനെ മയക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോർബറ്റ് ആ ശബ്ദം കേൾക്കുന്നത്. അതെ, ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനമായിരുന്നു അത്. ഒന്ന് ഉറക്കത്തിൽ കടന്നിരുന്ന കോർബറ്റ് ഞെട്ടി എഴുന്നേറ്റു. കുറച്ചകലത്തിൽ നിന്നുമാണ് ആ കടുവയുടെ ഗർജനം കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായ ഇടവേളകളിൽ കടുവയുടെ ഗർജനം അങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. അവിടുത്തെ ആ മലനിരയ്ക്കും സമതലങ്ങൾക്കുമിടയിൽ വിശാലമായ കുറ്റിക്കാടാണുള്ളത്. ഏകദേശം 100 മൈലോളം അതിന് വ്യാപ്തി കാണും. ഇടതൂർന്നതും കട്ടിയേറിയതുമായ കുറ്റിക്കാട്. അതിൻ്റെ ഉള്ളിൽ നിന്നും ഏതോ ഒരു ഭാഗത്തു നിന്നുമാണ് ആ കടുവയുടെ ഉഗ്രമായ ഗർജനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേൾക്കുന്നതിൽ നിന്നും വ്യക്തമാണ് ആ കടുവ ഞങ്ങളിൽ നിന്നും എത്ര ദൂരെ അകലെയായിരിക്കുമെന്ന്. ഏകദേശം 1 മൈൽ അകലെ നിന്നും ആ ശബ്ദം കേട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. സത്യത്തിൽ ആ കടുവയുടെ ഗർജനം വന്നുകൊണ്ടിരുന്നത് 3/4 മൈലുകൾക്കപ്പുറത്തു നിന്നുമായിരുന്നു. അവിടെ ഉയർന്നു കേട്ട ആ കടുവയുടെ ശബ്ദം കേട്ടപ്പോൾ കോർബറ്റിനെ മനസ്സിലായത് ഇതാണ്, ആ ബാച്ചിലർ കടുവ അവൻ്റെ ഇണയെ തിരയുകയാണ്. ഏതോ ഒരു പെൺകടുവയ്ക്ക് വേണ്ടി അവൻ അലയുകയാണ്. കോർബറ്റ് ചുറ്റുപാടും ഒന്നുകൂടി നോക്കി. കോർബറ്റ് ഇരിക്കുന്ന ഭാഗത്തു നിന്നും അല്പം നീങ്ങി ഒരു കാളവണ്ടിപ്പാത കടന്നു പോകുന്നുണ്ട്. ആ കാളവണ്ടിപ്പാത പോകുന്നത് ഇപ്പോൾ ആ കടുവയുടെ ഗർജനം കേൾക്കുന്ന ആ ദിശയിലേക്കാണ്. ഒരു പഴയ കാളവണ്ടിപ്പാതയായിരുന്നുവെന്ന് പറഞ്ഞിരുന്നില്ലേ? പണ്ട് കാലത്ത് തടികളും മറ്റും കൊണ്ടുപോകുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പാതയായിരുന്നു ഇത്. ഇപ്പോൾ ഈ പാത തികച്ചും ഉപയോഗശൂന്യമാണ്. അതിനാൽ തന്നെ അവിടെ ഒരാൾ പൊക്കത്തിൽ പുല്ലുകൾ വളർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴി മുന്നിലേക്ക് പോകുന്നത് അല്പം പ്രയാസകരമായ കാര്യമാണ്. അതുമാത്രമല്ല, റോബിനെ കൊണ്ടുപോകാതെ മുന്നിലേക്ക് പോകുവാനും സാധ്യമല്ല. റോബിനെ കൊണ്ടുപോകാതെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ
കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞാലും അവനെ വെടിവെക്കുവാൻ കഴിയില്ല. അതിനാൽ തന്നെ കോർബറ്റ് ഒരു പദ്ധതി തയ്യാറാക്കി. കടുവയെ തേടി അവിടേക്ക് പോകുന്നതിന് പകരം ആ കടുവയെ തൻ്റെ അരികിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി പ്രത്യേകതരം ശബ്ദങ്ങൾ ഉണ്ടാക്കുക, അവനെ ഇവിടേക്ക് ആകർഷിക്കുക. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ കോർബറ്റ് ഇരിക്കുന്ന ഭാഗത്തു നിന്നും ശബ്ദമുണ്ടാക്കിയാൽ ആ കടുവയുടെ അരികിലേക്ക് ആ ശബ്ദം എത്തുകയില്ല. അതിനാൽ ഈ കാളവണ്ടിപ്പാതയിലൂടെ അല്പദൂരം മുന്നിലേക്ക് ചെന്നതിന് ശേഷം ഒരു കൃത്യമായ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ വെച്ച് ശബ്ദമുണ്ടാക്കി കടുവയെ ഇവിടേക്ക് ആകർഷിക്കാമെന്ന് കോർബറ്റ് കണക്ക് കൂട്ടി. അങ്ങനെ ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ നിറഞ്ഞ ആ കാളവണ്ടിപ്പാതയിലൂടെ കോർബറ്റ് തൻ്റെ തോക്ക് തോളിൽ വെച്ചുകൊണ്ട് അല്പദൂരം മുന്നിലേക്ക് നടന്നു. അതിനുശേഷം ചുറ്റുപാടും നോക്കി അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് കയറി. കോർബറ്റിൻ്റെ പല കഥകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോർബറ്റിന് പല മൃഗങ്ങളുടെയും ശബ്ദം അനുകരിക്കുവാനുള്ള കഴിവിനെപ്പറ്റി. അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. ബാച്ചലറിനെ ആകർഷിക്കുവാൻ വേണ്ടി ഒരു പെൺകടുവയുടെ ശബ്ദമാണ് അദ്ദേഹം അവിടെ അനുകരിച്ചത്. 2-3 വട്ടം അത് അനുകരിച്ചപ്പോഴേക്കും ബാച്ചലറിൻ്റെ ഒരു പ്രതികരണമുണ്ടായി. അതോടെ കോർബറ്റിനൊരു കാര്യം മനസ്സിലായി, തൻ്റെ ഈ പദ്ധതി വർക്കായിരിക്കുന്നു. കടുവ ഇനിയും ഏത് നിമിഷവും താണിരിക്കുന്ന ഭാഗത്തേക്ക് എത്തിയേക്കാം. കോർബറ്റ് വളരെ വേഗം താണിരുന്ന മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയും ആ തുറന്ന മൈതാനി ലക്ഷ്യമാക്കി പോകുകയും ചെയ്തു. അവിടേക്ക് കോർബറ്റ് പോകുമ്പോഴും ആ കടുവ തൻ്റെ പിന്നാലെ വരുന്നുണ്ട് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയിരുന്നു. അങ്ങനെ അദ്ദേഹം തുറന്ന മൈതാനിയിൽ എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹം നേരിടേണ്ടി വന്നത് അദ്ദേഹത്തിന് ഒളിച്ചിരിക്കുവാൻ പറ്റിയ ഒരു സ്ഥലം കണ്ടെത്തുക എന്നതായിരുന്നു. ചുറ്റുപാടും അദ്ദേഹം അന്വേഷിച്ചെങ്കിലും പറ്റിയൊരിടവും അദ്ദേഹത്തിന് ഒത്തുകിട്ടിയില്ല. അങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന് ഒരു കുഴി കാണുവാൻ സാധിച്ചത്. വളരെ വേഗം കോർബറ്റ് ആ കുഴിയുടെ അരികിലേക്ക് പോയി. അതിൽ ഒളിച്ചിരിക്കാമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. എന്നാൽ ആ കുഴി കണ്ടതും ആ പദ്ധതി അദ്ദേഹം ഉപേക്ഷിച്ചു. കാരണം മറ്റൊന്നുമായിരുന്നില്ല, ആ കുഴിയിൽ നിറയെ ചെളി നിറഞ്ഞിരുന്നു. കടുവ ഈ ദിശയിലേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് കോർബറ്റിന് മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തിന് ഒളിച്ചിരിക്കുവാൻ പറ്റിയ യാതൊരു സ്ഥലവും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് കോർബറ്റ് നിലത്ത് കിടക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം തൻ്റെ തോക്കുമായി നിലത്ത് കിടന്നു. നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, ആ സമതലത്തിനും മലനിരകൾക്കും ഇടയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളെപ്പറ്റി. കുറ്റിക്കാട് തുടങ്ങുന്ന അതിരിൽ നിന്നും ഏകദേശം 20 വാര അകലെയായിട്ടായിരുന്നു കോർബറ്റ് കിടന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ ആ കാളവണ്ടിപ്പാതയില്ലേ, അതിപ്പോൾ വന്നു ചേരുന്നത് കോർബറ്റ് കിടക്കുന്ന ഭാഗത്തേക്കാണ്. 50 വാര അകലെ വരെ കോർബറ്റിന് വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള 50 വാരയ്ക്കിടയിൽ ഒരു വളഞ്ഞ ചെടി നിൽക്കുന്നുണ്ട്. കോർബറ്റ് തൻ്റെ തോക്ക് തോളിൽ വെച്ച് അവിടേക്ക് ഉയർത്തി ചൂണ്ടി തന്നെ നിന്നു. ആ വളഞ്ഞു നിൽക്കുന്ന ചെടിയുടെ അരികിലേക്ക് ആ കടുവ എത്തുമ്പോൾ വെടിവെക്കാമെന്നതായിരുന്നു അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നത്. ഇനിയും ഏത് നിമിഷവും ആ കടുവ അവിടേക്ക് കടന്നു വരാം. കോർബറ്റ് ഒന്നുകൂടി തൻ്റെ തോക്ക് പരിശോധിച്ചു, ലോഡാണോ എന്ന്. അതിനുശേഷം അതിനെ സേഫ്റ്റി ക്യാച്ച് റിമൂവ് ചെയ്തു. തൻ്റെ കൈമുട്ട് നിലത്തുറപ്പിച്ചു, തോക്ക് ബാലൻസ് ചെയ്തു. അവിടേക്ക് തോക്കിൻ്റെ കുഴൽ ചൂണ്ടി നിന്നു. ഇനിയും ഏത് നിമിഷവും ബാച്ചൽ ഓഫ് പവൽഗഡ് അവിടേക്ക് കടന്നു വരാം. കോർബറ്റ് ഇപ്പോൾ ഇരിക്കുന്ന ഭാഗത്തെത്തിയതിന് ശേഷം കടുവയുടെ ശബ്ദമൊന്നും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടുവ തന്നിൽ നിന്നും എത്ര ദൂരെയാണെന്ന് കോർബറ്റിന് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് കടുവ എത്ര ദൂരത്തിൽ നിൽക്കുകയാണെന്ന് അറിയുവാൻ വേണ്ടിയും കടുവയെ എത്രയും വേഗം ഇവിടേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയും ഒരിക്കൽ കൂടി കോർബറ്റ് ആ കടുവയുടെ ശബ്ദത്തിൽ കരഞ്ഞു. അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു. കാരണം അദ്ദേഹത്തിൻ്റെ മറുപടിക്ക് കടുവയുടെ റിപ്ലൈയും എത്തി. ശബ്ദത്തിൻ്റെ ദൂരം വെച്ചുകൊണ്ട് ആ ദൂരം കണക്ക് കൂട്ടി. കോർബറ്റ് കിടക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 100 വാര അകലെ നിന്നുമാണ് ആ കടുവയുടെ ശബ്ദം എത്തിയിരുന്നത്. കോർബറ്റ് വേഗത കണക്ക് കൂട്ടി. ഇങ്ങനെയാണെങ്കിൽ കൃത്യം 30 സെക്കൻഡിനുള്ളിൽ തന്നെ കോർബറ്റിന് കടുവയെ കാണുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. കോർബറ്റിൻ്റെ ആകാംക്ഷയേറി. അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് പോലും അദ്ദേഹത്തിന് വ്യക്തമായി കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. കാട് പെട്ടെന്ന് നിശബ്ദമായതുപോലെ തോന്നി. അദ്ദേഹം പതിയെ കൗണ്ട് ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ എണ്ണം 30-ൽ അവസാനിച്ചില്ല. അത് ഏകദേശം 80 വരെയും നീണ്ടു നിന്നു. 80 വരെ എണ്ണിയപ്പോഴേക്കും തനിക്കടുത്തുള്ള കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും ഒരു ശബ്ദം കോർബറ്റ് കേട്ടു. അതുപോലെ ചില അനക്കങ്ങളും. എന്നാൽ കോർബറ്റ് വിചാരിച്ചതുപോലെ താനിരിക്കുന്ന ഭാഗത്തു നിന്നും 20 അടി അകലെയുള്ള കുറ്റിക്കാടിൽ നിന്നുമായിരുന്നില്ല അനക്കങ്ങൾ ഉണ്ടായത്. താനിരിക്കുന്ന ഭാഗത്തു നിന്നും 10 അടി മാത്രം അകലെയുള്ള കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നുമായിരുന്നു
ആ ശബ്ദവും ആ അനക്കവും കോർബറ്റ് കേട്ടത്. തൻ്റെ തോക്കിൻ്റെ കുഴൽ അവിടേക്ക് ചൂണ്ടി. അല്പസമയം കൂടി കാത്തിരുന്നപ്പോഴേക്കും അതും അവിടെ സംഭവിച്ചു. കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും അതിൻ്റെ തല പതിയെ പുറത്തേക്കെത്തി. അതിൻ്റെ ബാക്കി ഭാഗം മുഴുവൻ കുറ്റിക്കാടുകളാൽ മറയ്ക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. കടുവയുടെ തല അല്പം ചരിഞ്ഞ രീതിയിലായിരുന്നു കോർബറ്റിന് കാണാൻ കഴിഞ്ഞത്. കോർബറ്റ് കടുവ വരുമെന്ന് പ്രതീക്ഷിച്ച ഭാഗത്തു നിന്നുമായിരുന്നില്ലല്ലോ ആ കടുവ വന്നത്. അതിൻ്റെ പാത അല്പം വ്യതിചലിച്ചുകൊണ്ടായിരുന്നു വന്നത്. ഇപ്പോൾ കടുവ ഒരു വശം ചരിഞ്ഞാണ് കുറ്റിക്കാടിന് പുറത്തേക്ക് നിൽക്കുന്നത്. അവൻ്റെ ഉള്ളിലുകളൊന്നും കോർബറ്റിന് കാണുവാൻ കഴിയുന്നില്ല. എങ്കിലും ആ കടുവയുടെ തല വ്യക്തമായി തന്നെ കാണാം. കോർബറ്റ് തൻ്റെ തോക്കിൻ്റെ കുഴൽ ആ കടുവയുടെ കണ്ണിന് താഴേക്ക് ചൂണ്ടി. പിന്നെ ഒട്ടും സമയം അദ്ദേഹം പാഴാക്കിയില്ല. തൻ്റെ കാഞ്ചിയിൽ മേൽ വിരലമർത്തി. കടുവ അവിടെ ചത്തു വീഴുമെന്നായിരുന്നു കോർബറ്റ് കണക്ക് കൂട്ടിയത്. എന്നാൽ കോർബറ്റിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്നതായിരുന്നു അവിടെ നടന്നത്. കോർബറ്റ് മരിച്ചതുപോലെ ഏകദേശം അരമണിക്കൂറോളം അവിടെ കിടക്കേണ്ടതായി വന്നു. അത് കാരണം എന്താണ് അവിടെ ഉണ്ടായതെന്നല്ലേ? കോർബറ്റിലെ തിര തറച്ചു കയറിയതും കോർബറ്റ് വീഴുമെന്ന് കണക്ക് കൂട്ടിയ കടുവ വായുവിലൂടെ മുകളിലേക്ക് ചാടുകയും അടുത്തുണ്ടായിരുന്ന ഒരു കുറ്റിക്കാടിൻ്റെ മറവിൽ ഒരു വലിയ മരം ചരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. വലിയ മരം കാറ്റത്ത് ചരിഞ്ഞതാണെങ്കിലും അതിൻ്റെ പച്ചപ്പ് പൂർണ്ണമായും അവസാനിച്ചിരുന്നില്ല. ആ വലിയ മരത്തിൻ്റെ പിന്നിലേക്കായിരുന്നു ആ കടുവ വന്ന് വീണത്. പിന്നെ കോർബറ്റ് കേട്ടതും കണ്ടതും ഭയാനകമായിരുന്നു. കടുവ കോപത്താൽ ഉച്ചത്തിൽ അലറി. അതും ഒന്നും രണ്ടും പ്രാവശ്യമല്ല, അത് തുടർച്ചയായി അലറിക്കൊണ്ടിരുന്നു. അവൻ്റെ ദേഷ്യം മുഴുവൻ കാണിച്ചു കൊണ്ടിരുന്നത് ആ ചരിഞ്ഞ് വീഴാറായി നിന്ന മരത്തിലായിരുന്നു. ആ മരം പിളരുന്നതുപോലെയായിരുന്നു കോർബറ്റിന് തോന്നിയത്. അതിൻ്റെ ചരിഞ്ഞു കിടക്കുന്ന ശിഖരങ്ങളും തുലികളുമെല്ലാം 4 ഭാഗത്തുമായി ചിതറിപ്പോകുന്നത് കണ്ടു. ആ മരത്തിൽ ആ കടുവ ശക്തമായി ആക്രമിക്കുകയാണ്. കോർബറ്റിന് ഒരു കാര്യം അറിയാമായിരുന്നു. ആ വെടിയുണ്ട പാഞ്ഞു വന്ന ദിശ കടുവയ്ക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. ഇനിയും ഏത് നിമിഷവും താനിരിക്കുന്ന ഭാഗത്തേക്ക് ആ കടുവ ചാടി വന്നേക്കാം. ആ ഭയത്തിലായിരിക്കാം കോർബറ്റ് തൻ്റെ തോക്ക് പോലും റീലോഡ് ചെയ്യാഞ്ഞത്. ഒരു ചെറിയ ശബ്ദം പോലും ഉണ്ടാക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കാഞ്ഞത്. നിലത്ത് പറ്റി അങ്ങനെ കിടന്നത്. ആ കിടപ്പ് ഏകദേശം അരമണിക്കൂറോളം തുടർന്നു. കോർബറ്റ് ആകെ വിയർത്ത് കുളിച്ചിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവിരൽ ട്രിഗറിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആ കുറ്റിക്കാടിലെ അനക്കം അവസാനിച്ചു. ആ വലിയ മരത്തിൻ്റെ തടിയിൽ നഖങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന മാന്തലുകളുടെ ശബ്ദം അവസാനിച്ചു. കടുവയുടെ മുരൾച്ചയും തുടർച്ചയായി ഉണ്ടാകുന്ന ഗർജനവും ഇപ്പോൾ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ പ്രദേശം തികഞ്ഞ നിശബ്ദതയിലായിരിക്കുന്നു. അതുവരെയും നിലത്ത് കോർബറ്റ് പറ്റിക്കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അദ്ദേഹത്തിൻ്റെ തോക്ക് നല്ല ഭാരമേറിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കൈ മരവിച്ചിരിക്കുന്നു. പതിയെ അദ്ദേഹം തൻ്റെ തോക്ക് നിലത്ത് വെച്ച് കൈയൊന്ന് ചലിപ്പിച്ച് രക്തയോട്ടം പുനഃസ്ഥാപിച്ചു. അതിനുശേഷം തോക്കും പിടിച്ചുകൊണ്ട് പതിയെ കാലുകൾ കൊണ്ട് പതിയെ പിന്നിലേക്ക് ഇഴഞ്ഞു. അതും ശബ്ദമുണ്ടാക്കാതെ. അങ്ങനെ ഏകദേശം 30 വാരയാണ് അദ്ദേഹം പിന്നിലേക്ക് ഇഴഞ്ഞത്. അതിനുശേഷം പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ഒരു വലിയ മരത്തിൻ്റെ പിന്നിലേക്ക് മാറി നിൽക്കുകയും ചെയ്തു. കടുവയുടെ ഒരു സാന്നിധ്യവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പതിയെ തൻ്റെ തോക്ക് റീലോഡ് ചെയ്തു. അതായത് ഇനിയും കടുവ തൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഷോട്ട് കൂടി പായിക്കേണ്ടതുണ്ട്. അങ്ങനെ അതും കരുതി അല്പസമയം കൂടി അവിടേക്ക് നിന്നു. കടുവയുടെ സാന്നിധ്യം അവിടെ നിന്നും പൂർണ്ണമായും പോയി എന്ന് കോർബറ്റിന് മനസ്സിലായപ്പോൾ അതിന് പിന്നാലെ പോകാതെ കോർബറ്റ് തൻ്റെ ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. കാരണം നല്ലപോലെ മുറിവേറ്റ ഒരു മൃഗമാണത്. ഇന്നതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണെന്ന് കോർബറ്റിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ദിവസത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് കോർബറ്റ് തിരികെ ബംഗ്ലാവിലേക്ക് മടങ്ങിയത്. പിറ്റേ ദിവസം കാലത്തെ തന്നെ ഒരു സഹായം കൂട്ടി കോർബറ്റ് സംഭവം നടന്ന സ്ഥലത്തേക്കെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലേക്ക് തൻ്റെ സഹായിയെ കയറ്റിവിട്ടു. അതിനുശേഷം ചുറ്റുപാട് ഒന്ന് നിരീക്ഷിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം സഹായി ആ വലിയ ഉയരമുള്ള മരത്തിലേക്ക് കയറുകയും അതിന് ചുറ്റുമുള്ള പ്രദേശം ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം വളരെ വേഗം തന്നെ അദ്ദേഹം മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. അദ്ദേഹം വന്ന് കോർബറ്റിനോട് പറഞ്ഞത് ഇതായിരുന്നു: കുറച്ചു മാറിയുള്ള പ്രദേശത്തെ കുറ്റിക്കാടുകളെല്ലാം തകർക്കപ്പെട്ട നിലയിലാണ്. എന്നാൽ അവിടെ എവിടെയും കടുവയെ കാണാനുണ്ടായിരുന്നില്ല. മറുപടിയായിരുന്നു കോർബറ്റിന് സഹായി നൽകിയത്. കോർബറ്റ് വീണ്ടും അദ്ദേഹത്തെ ആ മരത്തിൻ്റെ മുകളിലേക്ക് കയറുവാൻ പറഞ്ഞു. എന്നിട്ട്
കടുവയുടെ എന്തെങ്കിലും ചലനം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും പറഞ്ഞു. അതിനുശേഷം കോർബറ്റ് പോയത് കടുവ നാശം വിതച്ച ആ സ്ഥലത്തേക്കായിരുന്നു. അതായത് ആ കുറ്റിക്കാടുകൾ താർക്കപ്പെട്ട ആ വലിയ മരം ചരിഞ്ഞു കിടന്ന ആ ഭാഗത്തേക്ക്. അവിടെ ചെന്നപ്പോൾ കോർബറ്റ് കണ്ടത് തകർക്കപ്പെട്ട കുറേ കുറ്റിച്ചെടികളും പിന്നെ ആ ചിതറിക്കിടക്കുന്ന ആ മരത്തിൻ്റെ കഷ്ണങ്ങളും വേരുൾപ്പെടെ തുറന്നു വെച്ചേക്കുന്നതുമായിരുന്നു. എന്തോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് കടുവ അത് ചെയ്തതെന്ന് കോർബറ്റിന് മനസ്സിലായി. പിന്നെ ചുറ്റുപാടും പരിശോധിച്ചപ്പോൾ തളം കെട്ടിക്കിടക്കുന്ന രക്തവും അവിടെ കാണുവാൻ കോർബറ്റിന് സാധിച്ചു. അവിടെയാകെ കോർബറ്റ് ഒന്നുകൂടി പരിശോധിച്ചു. അപ്പോൾ കോർബറ്റിന് മറ്റൊരു കാര്യം കണ്ടെത്താൻ സാധിച്ചു. കടുവയുടെ തലയോട്ടിയിൽ നിന്നും ഒരു തകർന്ന കഷ്ണം അവിടെ കിടക്കുന്നതായിരുന്നു കോർബറ്റ് കണ്ടത്. കോർബറ്റ് വീണ്ടും ചുറ്റുപാടും പരിശോധിച്ചു. എന്നാൽ രണ്ടിടങ്ങളിലല്ലാതെ രക്തമെങ്ങും തളം കെട്ടി കിടക്കുന്നതായി കോർബറ്റിന് കണ്ടെത്താൻ സാധിച്ചില്ല. കോർബറ്റ് ഒന്നുകൂടി പരിശോധിച്ചപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. കോർബറ്റ് അവിടെ നിന്നും അപ്പോൾ പോയപ്പോഴും കടുവ ഇവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന്. കോർബറ്റ് തലേ ദിവസത്തെപ്പറ്റി ആലോചിച്ചു. അന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത്രയും ശരിയാണെന്ന് മനസ്സിലായി. ഒന്നും ചെയ്യാതെ നിലത്ത് കിടന്നത് അത് തന്നെ. കാരണം അദ്ദേഹം ഇപ്പോൾ കണ്ടെത്തിയ ആ വലിയ രക്തപ്പാടുകൾ അദ്ദേഹം കടന്ന ഭാഗത്തു നിന്നും ഏകദേശം 10 വാര മാത്രം അകലെയായിരുന്നു. കോർബറ്റ് ഇപ്പോൾ നേരിട്ടത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കടുവകളിൽ ഒന്നിനെയാണ്, അതും മുറിവേറ്റ കടുവയെ. അദ്ദേഹം അങ്ങനെയൊരു നീക്കം അപ്പോൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഈ സമയം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് വേണ്ടി ആളുകൾ അവിടെ തിരഞ്ഞെത്തിയേനെ. കോർബറ്റ് അതിനുശേഷം അവിടെ നടത്തിയ പരിശോധനയിൽ നിന്നും കോർബറ്റിന് മനസ്സിലായത് ഇതാണ്. പല കുറ്റിക്കാടുകൾക്കിടയിൽ ഉരസിയപ്പോൾ അതിൻ്റെ ഇലകളിലും മറ്റും കടുവയുടെ രക്തം പറ്റിപ്പിടിച്ചിരുന്നു. അങ്ങനെയുള്ള രക്തപ്പാടുകളെ പിൻപറ്റി കുറച്ചു ദൂരം കോർബറ്റ് മുന്നിലേക്ക് നടന്നു. അപ്പോൾ തന്നെ കോർബറ്റിൻ്റെ കാര്യം മനസ്സിലായി. ആ രക്തപ്പാടുകൾ നീണ്ടുപോകുന്നത് ആ വലിയ പഞ്ഞിമരത്തിൻ്റെ ആ ദിശയിലേക്കാണെന്ന്. കോർബറ്റ് വളരെ വേഗം തന്നെ ആ പഞ്ഞിമരം നിൽക്കുന്ന ആ ദിശയിലേക്ക് പോകുകയും അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുകയും ചെയ്തു. ഇപ്പോൾ സഹായി ഇരിക്കുന്നത് ആ പഴയ ആ വലിയ മരത്തിലും കോർബറ്റ് ഇരിക്കുന്നത് ഈ പഞ്ഞിമരത്തിലുമാണ്. ഇരുവരും കൂടി കടുവയുടെ സാന്നിധ്യം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തി. എന്നാൽ കോർബറ്റിന് ആ കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇപ്പോഴും അസ്വസ്ഥമാണ്. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇപ്പോഴും ആ കടുവ ജീവനോടെ ഉണ്ട് എന്ന്. കാരണം അതിൻ്റെ തലയ്ക്ക് വെടിയേറ്റെങ്കിലും ദിവസങ്ങളോളം അല്ലെങ്കിൽ എന്നും ആ കടുവയ്ക്ക് ജീവനോടെ ഇരിക്കുവാൻ കഴിയും. കാരണം അതിൻ്റെ മുഖത്തേറ്റ മുറിവ് അതിമാരകമല്ല എങ്കിലും അത് ഉണങ്ങുകയാണെങ്കിലും അതിന് ജീവൻ നിലനിർത്തുവാൻ സാധിക്കും. എന്നാൽ ഈ കടുവയുടെ തലയോട്ടിയുടെ ഒരു അസ്ഥികഷ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യം മുൻപ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കടുവ ഇനിയും എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് കോർബറ്റിനും പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കടുവ ഇപ്പോൾ വാർദ്ധക്യത്തിൽ വന്നതിനാലും അതിന് മുറിവേറ്റതിനാലും അവനെ കൊല്ലുവാൻ തന്നെ കോർബറ്റ് തീരുമാനിച്ചു. അതിനിയും അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ. പഞ്ഞിമരത്തിൽ ഇരുന്നു കൊണ്ട് കോർബറ്റ് ഇടതുവശത്ത് 30 വാര അകലെയായി രക്തം പുരണ്ട 2 മരങ്ങൾ കണ്ടു. സഹായിയോട് ആ മരത്തിൽ തന്നെ ഇരിക്കുവാൻ പറഞ്ഞിട്ട് കോർബറ്റ് പതിയെ ആ പഞ്ഞിമരത്തിൻ്റെ താഴേക്കിറങ്ങി. തൻ്റെ റൈഫിലും ഒരു ഷോട്ട് ഗണ്ണും 100 കണക്കിന് തിരകൾ നിറച്ച ബാഗുമായി അദ്ദേഹം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. 30 വാര അകലെയുള്ള അടുത്ത മരത്തിൽ അദ്ദേഹം കയറി. തോക്കുകൾ കയറുപയോഗിച്ച് മുകളിലേക്ക് വലിച്ചു. റൈഫിൽ ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുവാൻ പറ്റുന്ന രീതിയിൽ ആ മരത്തിൽ തന്നെ കെട്ടിവെച്ചു. അത് കഴിഞ്ഞ് കോർബറ്റ് ചെയ്തത് ഇതാണ്. തൻ്റെ ഷോട്ട് ഗൺ എടുക്കുകയും അടുത്തുണ്ടായിരുന്ന പുല്ലുകൾക്കിടയിലേക്ക് തുടരെ വെടിയുതിർക്കുകയുമാണ് ചെയ്തത്. അതും സ്കാൻ ചെയ്താണ് അദ്ദേഹം വെടിയുതിർത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമായിരുന്നില്ല. ആ പുല്ലുകൾക്കിടയിൽ ഇനിയും കടുവ ഒളിച്ചിരിക്കുകയാണെങ്കിലോ അവൻ മരിച്ചിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ജീവനോടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ ഈ ഷോട്ട് ഗണ്ണിൻ്റെ ശബ്ദം ഉയർന്നു കേൾക്കുകയാണെങ്കിൽ അവൻ്റെ ഭാഗത്തു നിന്നും ഉറപ്പായും ഒരു ഗർജനത്തിൻ്റെ ശബ്ദമോ അല്ലെങ്കിൽ അവൻ ആക്രമിക്കുവാൻ ഈ ഭാഗത്തേക്ക് ഓടി വരികയോ ചെയ്യും. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കോർബറ്റ് തുടരെ അവിടെ വെടിയുതിർത്തുകൊണ്ടിരുന്നത്. എന്നാൽ അദ്ദേഹം വിചാരിച്ചതുപോലെ ഒരു പ്രതികരണവും കടുവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അതോടെ ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങുകയും അടുത്ത മരത്തിലേക്ക് അദ്ദേഹം കയറുകയും ചെയ്തു. പിന്നെയും ഇത് തന്നെ തുടർന്നു. തൻ്റെ ഷോട്ട് ഗൺ ഉപയോഗിച്ച് അടുത്തുള്ള ആ ചെടികൾക്കിടയിലേക്ക് കുറ്റിക്കാടുകൾക്കിടയിലേക്ക് തുടരെ വെടിയുതിർത്തു. എന്നാൽ അവസാനത്തെ വെടി ഉതിർത്ത് കഴിഞ്ഞപ്പോൾ ഒരു നേർത്ത ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിലേക്ക് വന്നുപെട്ടു. എന്നാൽ വീണ്ടും ആ ശബ്ദം കേൾക്കാഞ്ഞപ്പോൾ
കോർബറ്റ് കരുതി തൻ്റെ മനസ്സിൻ്റെ തോന്നലാകുമെന്ന്. കോർബറ്റ് അവിടേക്ക് കൊണ്ടുവന്ന തൻ്റെ കാഡ്രിഡ്ജുകൾ അടങ്ങിയ സഞ്ചി കാലിയായപ്പോൾ ആ മരത്തിൽ നിന്നും കോർബറ്റ് താഴേക്കിറങ്ങി. താൻ നേരത്തെ തൻ്റെ സഹായി ഇരുത്തിയ മരത്തിൻ്റെ അരികിലേക്ക് പോകുകയും അദ്ദേഹത്തെ താഴെ ഇറക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, ഇനിയും നമുക്ക് നമ്മുടെ ബംഗ്ലാവിലേക്ക് മടങ്ങിപ്പോകാം. ആ കടുവ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇന്നും എനിക്ക് സാധിച്ചില്ല. അവൻ ജീവനോടെ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, കോർബറ്റ് അയാളോട് പറഞ്ഞു. അതിനുശേഷം അവർ ഇരുവരും ബംഗ്ലാവ് ലക്ഷ്യമാക്കി നടന്നു. അടുത്ത ദിവസം കോർബറ്റ് തിരികെ അവിടേക്ക് വന്നപ്പോൾ തൻ്റെ ഇടയനായ സുഹൃത്ത് തൻ്റെ കന്നുകാലികളെയും കൊണ്ട് ആ തുറന്ന മൈതാനിയിൽ മേയ്ക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചത്. കോർബറ്റ് അയാളുടെ അരികിലേക്ക് പോയി അയാളുമായി സംസാരിച്ചു. അപ്പോഴും പുല്ലുകളിൽ മഞ്ഞുതുള്ളികൾ പറ്റിയിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണങ്ങിയ ഭാഗം ലക്ഷ്യമാക്കി അവർ നടക്കുകയും ആ പുല്ലുകളിൽ ഇരിക്കുകയും ചെയ്തു. കോർബറ്റിൻ്റെ ആ സുഹൃത്ത് കോർബറ്റിനോട് തലേ ദിവസം നടന്ന കാര്യം പങ്കുവെച്ചു. അത് ഇതാണ്. തലേ ദിവസം കോർബറ്റ് പോയതിനു ശേഷം ആ ദിശയിൽ നിന്നും വന്ന ശബ്ദങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു. 2 കടുവകളുടെ ശബ്ദമാണ് അദ്ദേഹം ആ സമയം കേട്ടത്. അതിന് പിന്നാലെ ഒരു വെടിയൊച്ചയുടെ ശബ്ദവും. ഞാൻ മുന്നേ തന്നെ ഇദ്ദേഹത്തെപ്പറ്റി നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇദ്ദേഹം നേരത്തെ നിയമവിരുദ്ധമായ പല വേട്ടകളും നടത്തിയിട്ടുണ്ട്. ഒരുപാട് കടുവകളെ ഇദ്ദേഹം വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് ഈ വനത്തെപ്പറ്റി നല്ല അറിവാണുള്ളത്, അദ്ദേഹം പറഞ്ഞു തുടങ്ങി. അതിനുശേഷം ആ ഭാഗത്തു നിന്നും ഒരു മുറിവേറ്റ കടുവയുടെ ഉഗ്രമായ ഗർജനങ്ങൾ ഞാൻ കേട്ടു. കോർബറ്റ് ആ കടുവയെ വെടിവെച്ചെന്നും ആ മുറിവേറ്റ കടുവ കോർബറ്റിനെ കൊന്നു കാണുമെന്നുമാണ് അദ്ദേഹം കരുതിയത്. ഇതെല്ലാം നടന്നതിൻ്റെ പിറ്റേ ദിവസം അയാൾ ആ ഭാഗത്തു നിന്നും 100ഓളം വെടിവെച്ചുകൾ കേട്ടു. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അതെന്താണെന്ന് അറിയുവാൻ തന്നെ അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാളുടെ പോത്തുകളെയും കൊണ്ട് അദ്ദേഹം സംഭവം നടന്ന സ്ഥലത്തേക്ക് പോയി. പോത്തുകൾ രക്തത്തിൻ്റെ മണം പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ അസ്ഥികഷ്ണങ്ങൾ കിടന്ന ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. അതായത് തലയോടിൻ്റെ ഒരു ഭാഗം പൊളിഞ്ഞു പോയി എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ? ആ ഭാഗത്തേക്ക് ഇടയനെ അദ്ദേഹത്തിൻ്റെ പോത്തുകൾ കൊണ്ടുവന്നു. അതോടെ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി. തലയോട്ടി തകർന്നു പോയ ഒരു കടുവയ്ക്ക് അധിക നാൾ ജീവിക്കാൻ കഴിയില്ലെന്നും തൻ്റെ അറിവുപയോഗിച്ച് അയാൾ ഊഹിച്ചെടുത്തു. കടുവ മരിച്ചുപോയി എന്നും തൻ്റെ പോത്തുകളുടെ സഹായത്തോടെ ആ കടുവയെ കണ്ടെത്തി കോർബറ്റിനെ ഏൽപ്പിക്കാമെന്നും അയാൾ തീരുമാനിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കോർബറ്റ് അവിടേക്ക് എത്തുന്നതെന്നും അയാൾ പറഞ്ഞു. കോർബറ്റ് അതിന് മറുപടി നൽകി, ശരിയാണ്, ഞാൻ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ട്. പല വേട്ടക്കാരും പോത്തുകളുടെ ഈ ഗന്ധം പിടിക്കുവാനുള്ള കഴിവ് ഉപയോഗിച്ച് കടുവകളെ പിടിച്ചിട്ടുള്ള കഥകൾ. ഞാൻ അങ്ങനെ ശ്രമിച്ചു നോക്കിയിട്ടൊന്നുമില്ല. എനിക്ക് ശ്രമിച്ചു നോക്കണമെന്നുണ്ട്. നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് അതൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ പോത്തുകൾക്ക് എന്ത് നാശനഷ്ടമുണ്ടായാലും ഞാനത് പരിഹരിക്കാം. അങ്ങനെ കോർബറ്റും തൻ്റെ ആ സുഹൃത്തും 25 പോത്തുകളെ വരിവരിയായി നിർത്തി കോർബറ്റ് വെടിയുതിർത്ത ആ പഞ്ഞിമരമുണ്ടല്ലോ, അതിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ തോളോളം പൊക്കമുള്ള കുറ്റിക്കാടുകൾക്കിടയിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത്. ശ്രദ്ധയോടെ പോത്തുകൾ വരിവരിയായി പോകാതെ ഇടതുവശത്തേക്കും വലതുവശത്തേക്കും ഓടി. അങ്ങനെ അവർ ആ പഞ്ഞിമരത്തിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ കോർബറ്റിന് ഒരു കാഴ്ച കണ്ടു. പുതുതായി തളം കെട്ടിയ രക്തത്തിൻ്റെ പാടുകളായിരുന്നു അത്. കോർബറ്റ് അതൊന്ന് പരിശോധിച്ചപ്പോൾ അതിന് ചൂടുള്ളതായി അദ്ദേഹത്തിന് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അതായത് അത് പുതുതായി വന്ന രക്തപ്പാടാണ്. കോർബറ്റ് തലേ ദിവസം 100ഓളം വെടിയുണ്ടകൾ ഉതിർത്തപ്പോൾ ആ കടുവ ഇവിടെയാണ് കിടന്നത്. ഞങ്ങൾ 25ഓളം പോത്തുകളെയും കൊണ്ട് ഇവിടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവൻ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയതായിരിക്കാം. പോത്തുകൾ രക്തം മണത്തു. അവർക്ക് ദേഷ്യം വന്നു. പോത്തുകൾ മൂക്കുകൾ ചുഴറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഏതു നിമിഷവും കടുവ കുതിച്ചു ചാടി വരുമെന്ന് കോർബറ്റ് ഭയന്നു. താൻ ഈ പോത്തുകൾക്കിടയിൽ കുടുങ്ങിപ്പോയോ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചു. ഞാൻ എൻ്റെ ഇടയൻ സുഹൃത്തിനോട് കൈകൊണ്ട് അവിടെ നിന്നും പോകുവാൻ പറഞ്ഞു. അത് കേട്ടതും തൻ്റെ പോത്തുകളെ നയിച്ചുകൊണ്ട് അദ്ദേഹം ആ കുറ്റിക്കാടുകളിൽ നിന്നും സമുദ്രത്തിലേക്ക്, അതായത് ആ പുൽമേട്ടിലേക്ക് യാത്ര തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഞാനും എത്തി. ഞങ്ങൾ ഇരുവരും ആ പുൽമേട്ടിൽ നിന്നു. അല്പസമയം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളെ കന്നുകാലികളെ നയിച്ചുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോകുക. ആ കടുവ ഇപ്പോഴും ഇവിടെ അലഞ്ഞു നടക്കുന്നുണ്ട്. നാളെ ഞാൻ ഇവിടേക്ക് കടന്നു വരാം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആ കടുവയെ നേരിട്ടോളാം. അങ്ങനെ 4-ാമത്തെ ദിവസം കോർബറ്റ് അവിടെ എത്തിയപ്പോൾ
പുതുതായി വീണ ഒരു ആൺകടുവയുടെ കാൽപ്പാടുകൾ അദ്ദേഹം കണ്ടെത്തി. ഈ കാൽപ്പാടുകൾ സൂചിപ്പിക്കുന്നത് പഞ്ഞിമരത്തിൻ്റെ അടുത്ത് നിന്നും കടുവ നിബിഡമായ കാട്ടിലേക്ക് കടന്നുപോയി എന്നാണ്. ആ മൃദുവായ സ്ഥലത്ത് പതിഞ്ഞ കാൽപ്പാടുകൾ പിൻപറ്റി അദ്ദേഹം മുന്നോട്ട് നടന്നു. പോകുന്ന വഴിയിലെ പുല്ലുകൾ വളരെ ഉയരമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം 10 അടി വീതിയുള്ള ഒരു അരുവിയുടെ അടുത്തെത്തി. അവിടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കടുവയുടെ പിൻഭാഗവും വാലും കോർബറ്റ് കണ്ടു. കടുവ തികച്ചും നിവർന്നു നിൽക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ തലഭാഗം കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മരത്തിൻ്റെ പിന്നിലെ കുറ്റിക്കാടിനുള്ളിലായിരുന്നു അത്. എന്തു ചെയ്യുമെന്ന് കോർബറ്റ് ആലോചിച്ചു. അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അവൻ്റെ കാലുകളിലേക്ക് വെടിവെക്കാമെന്ന തീരുമാനത്തിൽ. എന്നാൽ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുറിവേറ്റ കടുവയാണ്. 10 വാര മാത്രം അകലമേ ഉള്ളൂ കോർബറ്റും ആ കടുവയും തമ്മിൽ. ആ കടുവയ്ക്ക് കാലിൽ വെടിവേറ്റ് കഴിഞ്ഞാൽ അതിനെ ആക്രമിക്കുവാനുള്ള ചാൻസ് വളരെ കുറയും. എന്നാൽ കോർബറ്റ് അതിന് തുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന് കഴിഞ്ഞില്ല. കാരണം ഈ പ്രദേശത്ത് 2 കടുവകളുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഇനിയും ഒരു പക്ഷേ താൻ വെടിവെക്കുന്നത് മുറിവേറ്റ കടുവയുടെ കാലുകളിലല്ലെങ്കിൽ അത് 2ാമത്തെ കടുവയാകും. അങ്ങനെ സംഭവിച്ചാൽ ഈ പ്രദേശത്ത് 2 മുറിവേറ്റ കടുവകളുണ്ടാകും. അത് തനിക്ക് ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുമെന്ന് കോർബറ്റ് മനസ്സിലാക്കി. വ്യക്തത വരുത്തിയിട്ട് വെടിവെക്കാമെന്ന് അദ്ദേഹം കരുതി അവിടെ കാത്തിരുന്നപ്പോൾ കടുവ വീണ്ടും മുന്നിലേക്ക് നീങ്ങി. കടുവ നിന്ന ഭാഗത്തേക്ക് കോർബറ്റ് നടന്നു ചെന്നു. അവിടെ പരിശോധിച്ചപ്പോൾ കോർബറ്റിന് ഒരു കാര്യം മനസ്സിലായി. ബവൽഗഡിലെ ബാച്ചലർ കടുവ തന്നെയായിരുന്നു ഇതെന്ന്. കാരണം അവിടെ രക്തത്തുള്ളികൾ അദ്ദേഹം കണ്ടു. അപ്പോൾ ശരിക്കും കോർബറ്റിന് ഖേദം തോന്നി. കാരണം ഒരു ചാൻസ് കിട്ടിയിട്ട് അതിനെ വെടിവെക്കാത്തതിനാൽ. കടുവ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 1/4 മൈൽ അകലെ കൂടി സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അരുവിയുണ്ട്. അതിൻ്റെ അരികിലേക്കായിരിക്കുമെന്ന് കോർബറ്റ് ഊഹിച്ചു. കാരണം മുറിവിൽ നിന്നും മുക്തി നേടുന്ന കടുവയാണ്. ഉറപ്പായും അവിടേക്ക് തന്നെ ആയിരിക്കാം പോയിരിക്കുന്നത്. കടുവ അവിടെ എത്തുന്നതിനേക്കാൾ മുന്നേ ആ അരുവിയുടെ അരികിലേക്ക് എത്തുവാൻ വേണ്ടി അതിന് സമാന്തരമായി നീണ്ടുകിടക്കുന്ന ഒരു പാതയിലൂടെ അതിനേക്കാൾ വേഗത്തിൽ കോർബറ്റ് സഞ്ചരിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇടതുവശത്ത് നിന്നും ഒരു സാമ്പാമാൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കാം കടുവ വേഗത്തിൽ ഓടിപ്പോയത്. കടുവ അടുത്തെവിടെയെങ്കിലും ഉണ്ടെന്നും അവൻ എവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണെന്നും തൻ്റെ സാന്നിധ്യം ഇപ്പോൾ ആ കടുവ മനസ്സിലാക്കിയിരിക്കുമെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഇനിയും ഏത് നിമിഷത്തിലും കടുവയും താനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായേക്കാം. അതെല്ലാം അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കോർബറ്റിൻ്റെ കാതുകളിലേക്ക് വന്ന് പതിക്കുന്നത്. ഉണങ്ങിയ ചുള്ളിക്കമ്പുകളും മറ്റും ചവിട്ടി ഒടിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദമായിരുന്നു അത്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഭാരമേറിയ ഒരു മൃഗം ചവിട്ടുമ്പോഴുള്ള ശബ്ദമാണെന്ന്. സാമ്പാർ വിളിച്ച അതേ സ്ഥലത്ത് നിന്നും ഏകദേശം 50 വാര അകലെ നിന്നുമാണ് ആ ശബ്ദം താൻ കേട്ടത്. സാമ്പാമാൻ്റെ അലാറം കോൾ ആ കടുവയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. ആ ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞതിന് പിന്നിലെ കാൽ ആ കടുവയുടേതായിരുന്നു. ഞാൻ പിന്നെ ഒട്ടും താമസിപ്പിച്ചില്ല. കടുവയുണ്ട് എന്ന് കരുതപ്പെടുന്ന ആ ദിശയിലേക്ക് കുനിഞ്ഞ് പതിയെ മുന്നിലേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചു. കുറ്റിക്കാടുകൾ ഇവിടെ 6 മുതൽ 8 അടി വരെ ഉയരമുള്ളതായിരുന്നു. തണ്ടുകളിൽ ഇലകൾ കുറവായതുകൊണ്ട് അതിൻ്റെ ഇടയിലൂടെ 10 മുതൽ 15 അടി ദൂരെ വരെ കൃത്യമായി കാണാൻ സാധിക്കും. ഞാൻ അതുവഴി വീണ്ടും മുന്നിലേക്ക് നടന്നു. അങ്ങനെ 30 വാര ദൂരം താണ്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ കുറച്ചു മാറി ചുവന്ന നിറത്തിൽ എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടു. അത് ചിലപ്പോൾ കടുവയായിരിക്കാം, അല്ലെങ്കിൽ ഇലകളുടെ കൂട്ടമായിരിക്കാം. എന്തായാലും 2 വാര കൂടി മുന്നിലേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. കാഴ്ച വ്യക്തമാകണം. അതിനുശേഷം വേണം നിറയൊഴിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ. വീണ്ടും അവിടെ നിന്ന് 2 വാര ദൂരം കൂടി സഞ്ചരിച്ചു. അതും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കോർബറ്റ് സഞ്ചരിച്ചത്. നിലത്ത് കടന്ന് ഇഴഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താടി പോലും നിലത്ത് ഉരയുന്നുണ്ടായിരുന്നു. അങ്ങനെ കോർബറ്റ് 2 വാര കൂടി താണ്ടിച്ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടത് ശരിയാണെന്ന് കോർബറ്റിന് മനസ്സിലായി. കാരണം അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ആ കടുവയുടെ മുന്നിലാണ്. അദ്ദേഹം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അദ്ദേഹത്തെ ആക്രമിക്കുവാൻ വേണ്ടി കടുവ കൂപ്പുകൂട്ടുന്ന കാഴ്ചയാണ്. കാരണം കടുവ പിന്നിലേക്ക് തൻ്റെ കാലുകൾ വളച്ചു വെച്ച് മുന്നിലേക്ക് കുതിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. കോർബറ്റ് അപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല. അദ്ദേഹത്തിൻ്റെ തോക്ക് ആ കടുവയുടെ നേരെ ചൂണ്ടി 2 പ്രാവശ്യം വെടിയുതിർത്തു. കടുവയ്ക്ക് ഒന്ന് ചലിക്കുവാൻ പോലുമുള്ള സമയം അദ്ദേഹം നൽകിയില്ല. വെടിയുണ്ടകൾ ലക്ഷ്യം ഭേദിച്ചുകൊണ്ട് കാടുകളെ ഒന്ന് പ്രകമ്പനം കൊള്ളിച്ചു. ആ പ്രകമ്പനത്തിനൊടുവിൽ കടുവ ജീവനറ്റ് നിലം പതിച്ചു.
കുറച്ച് സമയം കാത്തിരുന്ന ശേഷം കോർബറ്റ് ആ കടുവയുടെ അരികിലേക്ക് പോയി അതിൻ്റെ അളവുകളെടുത്തു. കൃത്യമായി പറഞ്ഞാൽ പവൽഗഡിലെ ആ ബാച്ചിലർ കടുവയ്ക്ക് 10 അടി 2 ഇഞ്ച് നീളമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ 1920-നും 1930-നും ഇടയിൽ സജീവമായിരുന്ന പവൽഗഡിലെ ബാച്ചിലർ കടുവ അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാനിന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.